പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഞ്ചിക്കോട് ശുശ്രൂഷയുമായിട്ട് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു വൈദികൻ എന്ന നിലയിലും സ്വർഗത്തിൻ്റെ ശുശ്രൂഷ, സ്വർഗം കനിഞ്ഞ് നൽകിയ ശുശ്രൂഷ, സ്വർഗവാസികൾ ആനന്ദിക്കുന്ന ശുശ്രൂഷ, ഭൂവാസികളും സ്വർഗവാസികളും ഒന്നുചേർന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ആ നിമിഷം, ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ, പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള സ്വർഗത്തിൻ്റെ ആഹ്വാനത്തിന് ഭൂമിയിലെ ദൈവമക്കൾ പ്രത്യുത്തരം കൊടുത്ത ഈ ധന്യവേളയിൽ, ഇതിൻ്റെ 11ാമത്തെ ദിവസത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന പ്രാർത്ഥനയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ്. 1999 മാർച്ച് 25. പ്രിയപ്പെട്ടവരെ, ആ ദിവസം ഒന്ന് ഓർക്കണമേ. മാർച്ച് 25. അന്ന് കഞ്ചിക്കോട് മാതാവ് നൽകിയ ഒരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: ക്ഷാമം എന്ന വാക്ക് നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. ക്ഷാമം എന്ന പദം നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മ ക്ഷാമം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധാത്മ ക്ഷാമം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് നൽകിയ ഒരു ആഹ്വാനമായിരുന്നു അത്. അതിനുശേഷമുള്ള 22 വർഷം സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിലെ 96 ധ്യാന സെൻറ്റർ നിറഞ്ഞ് കവിഞ്ഞ് ശുശ്രൂഷകൾ, അതുപോലെ തന്നെ വൺ ഡേ പ്രോഗ്രാമുകൾ, ധ്യാനങ്ങൾ, അതുപോലെ സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാമുകൾ, ധ്യാന ഗുരുക്കന്മാർക്ക് ഡേറ്റ് ഇല്ലാതെ പ്രോഗ്രാമുകൾ, അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ധ്യാന ശുശ്രൂഷകളും അഭിഷേക പ്രാർത്ഥനകളും കഴിഞ്ഞ 22 വർഷമായിട്ട് നടക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ റാണിയോട് ചോദിച്ചു, റാണി, ക്ഷാമമെന്ന് മാതാവ് പറഞ്ഞിട്ട് ഇന്നിതാ ഇപ്പോൾ സമൃദ്ധിയാണല്ലോ. അന്ന് റാണി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, മാതാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണമേ, 2020 മാർച്ച് 25, ഇന്നേക്ക് 1.5 വർഷം മുമ്പ് ഇതാ കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം 1.5 വർഷമായി എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു, ശുശ്രൂഷാലയങ്ങൾ അടയ്ക്കപ്പെട്ടു, പ്രാർത്ഥനാലയങ്ങൾ അടയ്ക്കപ്പെട്ടു, നെടുവീർപ്പും പ്രാർത്ഥനയും കണ്ണീരും ഒഴുകുന്ന വേദികളെല്ലാം അടയ്ക്കപ്പെട്ടു. അതെ, ഒരു ആത്മീയ ദാരിദ്ര്യം. ഒന്നും വേണ്ട, നേരെ ചൊവ്വേ പള്ളിയിൽ പോയി സമാധാനത്തിലൊരു കുർബാന കണ്ടിട്ട് അതിനുള്ള സംവിധാനമായിട്ട് അത് അടയ്ക്കപ്പെട്ടിട്ട് എത്രയോ നാളുകളായി. രോഗികളായിട്ട് കഴിയുന്ന, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, ഒരു വൈദികൻ വന്ന് ഞങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ എന്താശ്വാസം കിട്ടുമെന്ന് മനസ്സിൽ കരുതി ഉള്ളൊരുതി പ്രാർത്ഥിച്ചിട്ട് ഇതാ ഈ പരിമിതിയുടെ കാലഘട്ടത്തിൽ ആ പ്രാർത്ഥന യഥാസമയം കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെ വൈദികരും വിശ്വാസികളും വിഷമിക്കുന്ന ഒരു കാലഘട്ടം. ഒന്നും വേണ്ട, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുകയും അവിടെ മൃതംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കാതെ വിദൂരങ്ങളിരുന്ന് വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്ന അവരുടെ പ്രിയപ്പെട്ട മക്കൾ, എല്ലായിടത്തും ഒരു ക്ഷാമം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വചനം, അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു വചനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 8-ാമത്തെ വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തെ 2 വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സൃഷ്ടിക്കപ്പെടാത്ത ജ്ഞാനം, അത് പരിശുദ്ധാത്മാവാണ്, അതിനകത്ത് ആർക്ക് ഒരു സംശയവുമില്ല. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ ജ്ഞാനം ഇറങ്ങി വന്ന് വസിച്ച സ്ഥലം. അതാരാണ്? അത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്ന് അമ്മയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതെ, ആ അമ്മയെക്കുറിച്ചുള്ള വചനം ഇതാണ്: ഭൂതവും ഭാവിയും അവൾ അറിയുന്നു, ഭൂതവും ഭാവിയും അവൾ അറിയുന്നു,
അത്ഭുതങ്ങളും അടയാളങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. ആമേൻ. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്ക് നന്നായിട്ടറിയാം. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്ക് നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു സമൃദ്ധി കഴിഞ്ഞിട്ട് ഒരു ക്ഷാമം വരുമെന്ന് സ്വർഗത്തിൻ്റെ റാണിക്കറിയാമായിരുന്നു. കാരണം സ്വർഗീയ നാഥൻ അത് വെളിപ്പെടുത്തി കൊടുത്തു. അമ്മ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലോകം ഒരു നിസ്സംഗതയുടെ, നിരീശ്വരത്വത്തിൻ്റെ, പ്രാർത്ഥനയില്ലായ്മയുടെ പടവിയിലൂടെ പോയി എവിടെയോ കൂപ്പുകുത്താനായിട്ട് തയ്യാറാകുമ്പോൾ ഇതാ കൊലക്കളത്തിലേക്ക് സൂസന്നയെ കൊണ്ടുപോയപ്പോൾ ബാലനായ ദാനിയേലിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഉണർത്തിയതുപോലെ ഷെക്കനയെ ദൈവം ഇന്ന് ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തേനും പാലും ഒഴുകുന്ന ഒരു സ്ഥലമാണ് കാനാൻ ദേശം. അവിടെ തേനും പാലും ഒഴുകുമെന്നാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്. എന്നാൽ യാക്കോബും 12 മക്കളും അവർ ജീവിച്ചപ്പോൾ ഇതാ ക്ഷാമം വരാൻ പോകുന്നു. അതിനുവേണ്ടി ഇതാ ആ ക്ഷാമത്തിന് മുന്നോടിയായിട്ട് ഒരു മകനെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. ഈജിപ്തിൽ ജോസഫ് ചെന്ന് അവനെ അധികാരിയാക്കി. അവൻ സംഭരണികളുണ്ടാക്കി, സംഭരണികൾ ധാന്യം ശേഖരിച്ചു. എന്നിട്ട് ഇസ്രായേലിന്, യാക്കോബിനും മക്കൾക്കും അത് തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയതുപോലെ കേരളത്തിൽ 2 ആധ്യാത്മിക TV ഉള്ളപ്പോൾ ഇതാ ഒരെണ്ണത്തിനും കൂടെ കളമൊരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ പലരും നെറ്റി ചുളിച്ചു. എന്തിന് 2 ഉണ്ടല്ലോ എന്ന്. എന്നാൽ സന്തോഷ് ബ്രദറിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തേങ്ങൽ കടന്നു വന്നു. ആ മകൻ്റെ അന്തരാത്മാവ് ജ്വലിച്ചു. അതേ ജോസഫിനെ ഉയർത്തതുപോലെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെ ആ സംഭരണികൾ ഉണ്ടാക്കി ധാന്യം ശേഖരിച്ചതുപോലെ ഈ സമൃദ്ധിയുടെ കാലത്ത് ധാന്യം ശേഖരിച്ച് വെച്ചത് എന്തിനു വേണ്ടി? അത് ക്ഷാമമുണ്ടാകുമ്പോൾ ഇസ്രായേൽ മക്കളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി. ഈ ക്ഷാമത്തിൻ്റെ കാലത്ത്, ഈ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് ആത്മീയ ധാന്യം കൊടുക്കുന്നതിന് വേണ്ടി ആ ദാസനെ ഉയർത്തതിനെ ഓർത്ത് ദൈവമേ ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. ഷെക്കനെ ഉയർത്തിയതിനെ ഓർത്ത് ഈ ലോകം മുഴുവൻ പ്രാർത്ഥനയിലൂടെ ദൈവജനത്തെ ഒന്നിപ്പിക്കുവാനായിട്ട് അവിടുന്ന് ഈ വലിയ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അല്ല, പിന്നെയോ സ്വർഗത്തിൻ്റെ തേങ്ങൽ ഭൂമിയിൽ പതിച്ചിട്ട് ഏതാനും ദൈവമക്കൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടിയതിൻ്റെ പ്രത്യുത്തരമാണ് ഈ 11-ാം ദിവസം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന പ്രാർത്ഥന. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥന, 40 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന എന്ന് തറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ മോനെ നീ എവിടെയായാലും ശരി, നിന്റെ പ്രാർത്ഥനയുടെ പാത്രം നീട്ടോ. ആത്മീയ ധാന്യങ്ങൾ ഇപ്പോൾ നൽകാൻ പോകുകയാണ്. യേശയ്യ 60:2 പറയുന്നു, കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. നീ ഗ്രഹനാഥനാകട്ടെ, ഗ്രഹനാഥയാകട്ടെ, വീട്ടമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, കന്യകയാകട്ടെ, ഗർഭിണിയാകട്ടെ, യുവാവാകട്ടെ, യുവതിയാകട്ടെ, നീ എവിടെയായാലും ശരി, ആത്മീയ ഒരുക്കത്തോടുകൂടി വെറുതെ ഒരു പ്രോഗ്രാം കാണുന്ന മട്ടിലല്ല. ഇതാ കർത്താവ് ഇതാ നിന്നെ സ്പർശിക്കാൻ പോകുന്നു. ഈ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നിലേക്ക് ഇതാ ഈ പ്ലാറ്റ്ഫോമിലൂടെ തമ്പുരാൻ ഇതാ കടന്നു വരികയാണ്. ഈ വിശ്വാസത്തോടുകൂടി നീ എവിടെയായാലും ശരി ഒന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സ് ഒന്ന് ഒരുക്കൂ, മനസ്സ് ഒന്ന് ഒരുക്കൂ. യേശയ്യ 66:5 പറയുന്നു, ആത്മാവിൽ അനുതാപവും ഉണ്ടാകുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരികയാണ്. മകനെ, മകളെ, നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ലോകത്തിൽ പല സ്ഥലങ്ങളിൽ 5 ഭൂഖണ്ഡങ്ങളിലുള്ള ദൈവമക്കൾ ഒന്നു ചേർന്ന് കൈകുളിയർത്തി ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നു ചേർന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവേ അവിടുത്തെ സിംഹാസനത്തിലേക്ക് ഈ പ്രാർത്ഥന ഉയരട്ടെ. ഒന്ന് ചേർന്ന് കൈകളടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്
ഈ ആത്മീയ വിരുന്നിലേക്ക്, ആത്മീയ സത്യയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. നന്ദി, 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 നന്ദി. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു യേശുവേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഈ മക്കൾ എവിടെയായാലും അവിടെ വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ, ശക്തി വ്യാപരിക്കട്ടെ. എസെക്കിയേൽ 5:4 അവിടെ നിന്നൊരു ശക്തി പുറപ്പെട്ട്, അവിടെ നിന്നൊരു അഗ്നി പുറപ്പെട്ട് ഇസ്രായേൽ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിച്ചു. സംഭവിക്കട്ടെ യേശുവേ, സംഭവിക്കട്ടെ യേശുവേ, സംഭവിക്കട്ടെ. എവിടെയായാലും നിങ്ങൾ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കൂ. പരിശുദ്ധാത്മാവേ, 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 നീട്ടി വിളിക്കട്ടെ. നീ ലജിക്കാതെ വിളിക്കട്ടെ, മടിക്കാതെ വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. കർത്താവേ, ദേശത്തിന്റെ ആത്മാവിനെ ഉണർത്തണം യേശുവേ. അനോയിന്റിങ്, 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 അനോയിന്റിങ്. കുരിശിന്റെ പാതേ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, കുരിശിന്റെ പാതേ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നേർവഴിക്ക് നടത്തുവാൻ പരിശുദ്ധാത്മാവേ സാക്ഷിയാകാൻ കൃപയും ശക്തിയും നൽകണമേ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഏശയ്യ 65:15 അവിടുന്ന് അഗ്നിയിൽ എഴുന്നള്ളും. ഓരോ ഭവനത്തിലേക്കും അഗ്നിയായിട്ട് കടന്നു വരണമേ, അഭിഷേകമായി കടന്നു വരണമേ, അനുഗ്രഹമായിട്ട് കടന്നു വരണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, കടന്നു വരണമേ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ, ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. രോഗികളെയും ആശീർവദിക്കണമേ, കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ, യുവതി യുവാക്കന്മാരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ തട്ടി ഉണർത്തുന്ന ഈ പ്രാർത്ഥന ഇന്ന് 11ാം ദിവസത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെയും നേതൃത്വം കൊടുത്തവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള നാളുകളിലേക്ക് കടന്നു വരുവാനായിട്ട് അവിടുന്ന് ഒരുക്കിക്കൊണ്ടുവരുന്നവരെയും പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. 11ാം ദിവസം നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വെറുപ്പിൽ, വൈരാഗ്യത്തിൽ, വിദ്വേഷത്തിൽ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടി ആത്മാക്കൾ വിണ്ട് കീറി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. വെറുപ്പെന്ന് പറയുന്നത് ഒരു പാപമായിട്ട് പോലും പരിഗണിക്കുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കൃപയിലാണെന്ന് പറയുകയും എന്നാൽ കൃപാധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുന്നു. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം ഒന്ന് താഴ്ന്നു കൊടുക്കാൻ സാധ്യമല്ല. ആ തൽഫലമായിട്ട് ആത്മാക്കൾ ഒത്തിരിയേറെ വേദനിക്കുകയാണ്, സ്വർഗം കരയുകയാണ്. അതെ യേശുവേ, ഇന്ന് നമ്മളൊന്ന് ചേർന്ന് അങ്ങനെയുള്ള ആത്മാക്കൾക്കൊരു വിടുതൽ കൊടുക്കണമേ എന്നും അങ്ങനെയുള്ള മക്കൾ
ആ വലിയ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തണമേ എന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ നൽകിയ ഒരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ലോകത്തിൻ്റെ പ്രൗഢി കണ്ട് അലങ്കരിക്കപ്പെട്ട് പാപത്തിൻ്റെ അടുക്കുകളാൽ വലയം ചെയ്ത് ദൈവിക പദ്ധതിക്ക് വഴങ്ങുവാൻ നിവൃത്തിയില്ലാതെ അസ്ഥികൂടം പോലെ ബലം പിടിച്ചു നിൽക്കുന്ന ഒരു പിടി ആത്മാക്കളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടാതെ കീഴ്വഴങ്ങാതെ അഹങ്കാരം കൊണ്ട് അസ്ഥികൂടം പോലെ ബലം പിടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാർ. അമ്മ വേദനിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രൗഢി കൊണ്ട് അലങ്കരിക്കപ്പെട്ട് പാപത്തിൻ്റെ അടുക്കുകളാൽ വശീകരിക്കപ്പെട്ട് ദൈവിക പദ്ധതിക്ക് വഴങ്ങുവാൻ നിവൃത്തിയില്ലാതെ അഹങ്കാരം കൊണ്ട് അസ്ഥികൂടം പോലെ ബലം പിടിച്ച ഹൃദയങ്ങൾ. കാരണം അവിടെ ജീവനില്ല, ജീവൻ നഷ്ടപ്പെട്ടു, അസ്ഥികൂടമായി പോയി മനുഷ്യൻ. എന്ത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. അഹങ്കാരവും വെറുപ്പും വൈരാഗ്യവും കയറിക്കഴിഞ്ഞാൽ അന്ന് അവൻ അസ്ഥികൂടമായി തീരും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 71:23 ഇപ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ മനസ്സിന് മുറിവേറ്റപ്പോൾ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ മനസ്സിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മൃഗത്തിൻ്റെ തലത്തിലേക്ക് താഴും. എപ്പോഴെന്നറിയാമോ? വാശി, വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു വ്യക്തിയിൽ കടന്നു കൂടുമ്പോൾ സങ്കീർത്തകൻ പറയുന്നു: എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ അരിശം, കോപം, വെറുപ്പ്. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ മനസ്സിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. ദൈവിക ജീവൻ ഞാൻ അകറ്റപ്പെട്ടു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായി തീർന്നു. ആരാണ് ഈ മൃഗം? വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മൃഗം എന്ന് പറയുന്നത് സാത്താനാണ്. മൃഗം എന്ന് പറയുന്നത് സാത്താനാണ്. പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിൽ സന്ദേശം നൽകുമ്പോൾ പറയുന്നുണ്ട്: എൻ്റെ ശത്രുവായ കറുത്ത മൃഗം, അത് സാത്താനാണ്. അപ്പോൾ മനുഷ്യൻ എങ്ങനെ സാത്താനായി തീരും? വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം എന്നീ തിന്മകൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടക്കുമ്പോൾ ആ വ്യക്തി മൃഗമായി തീരും. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു: അവൻ്റെ മനസ്സ് മൃഗതുല്യമായി മാറി. ദാനിയേൽ 5:21. മനുഷ്യൻ മൃഗമായി മാറുമെന്ന് ദാനിയേൽ 5:21 പറയാണ്. അവൻ്റെ മനസ്സ് മൃഗതുല്യമായി മാറി. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു: അവന് മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെടട്ടെ, അവന് മൃഗത്തിൻ്റെ മനസ്സ് ലഭിക്കട്ടെ. ആകാശത്തു നിന്നുള്ളൊരു സ്വരമാണ് നെബൂഖദ്നേസർ കേൾക്കുകയാണ്. അതെ, മനുഷ്യൻ അഹങ്കാരം, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം എന്നിവ അവൻ്റെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അവൻ മൃഗത്തിൻ്റെ തലത്തിലേക്ക് അധപ്പതിക്കും. മൃഗത്തിൻ്റെ തലത്തിലേക്ക് അധപ്പതിച്ചാൽ അപ്പോൾ വലിയ മൃഗം, അതായത് പിശാച് കയറി അന്നേരം അറ്റാക്ക് ചെയ്യും. അന്നേരം അതാണ് മൃഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് പിശാചിന് അടിമയായി തീർന്നത്? നമ്മൾ വഴിയെ പോകുമ്പോൾ പിശാച് ചാടിക്കയറുകയല്ല, മനുഷ്യൻ മൃഗമായി തീരും. മൃഗമായി തീരുമ്പോൾ മൃഗമായ പിശാച് അവൻ്റെ ഉള്ളിലേക്ക് കയറും. അങ്ങനെയാണ് മനുഷ്യനെ പിശാച് അടിമയാക്കി തീർക്കുക. നമ്മൾ മനസ്സ് വെക്കാതെ അവൻ ഒരിക്കലും കയറുകയില്ല. നമ്മൾ മനസ്സ് വെക്കാതെ അവൻ ഒരിക്കലും കയറുകയില്ല. നാം മൃഗമായോ ആ നിമിഷം അവൻ്റെ അവകാശമാണ്. മൃഗത്തിൻ്റെ മേൽ മൃഗം ഭരണം നടത്തുക എന്നുള്ളത് അവൻ്റെ അവകാശം. ദൈവമക്കളുടെ മേൽ ഈ മൃഗത്തിന് അവകാശമില്ല, മൃഗത്തിന്റെ മേൽ മാത്രമേ ഉള്ളൂ ഈ പിശാചിന് അവകാശം. കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നശിപ്പിക്കപ്പെടുവാനായിട്ടുള്ള ഒരു വസ്തുവായി തീർന്നു ഇസ്രായേൽ. ജോഷുവ 7:12. നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മൃഗമാകുന്നു, മൃഗം വസ്തുവായി തീരുന്നു. കണ്ടോ? അഹങ്കാരം, വെറുപ്പ്, വൈരാഗ്യം,
ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ മനുഷ്യൻ മൃഗമാകും. പിന്നെ മൃഗം ഒരു നശിപ്പിക്കപ്പെടാനായിട്ടുള്ള വസ്തുവായി തീരും. ഇതാ സാത്താനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ വലിച്ചെറിയപ്പെട്ടു. എങ്ങോട്ട്? സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിലേക്ക്. പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൽ മണൽത്തിട്ട ഉണ്ടാകുക അപൂർവമാണ്. കാരണം നദി, അരുവി, തോട്, ആറ്, കടൽ, പിന്നീടാണ് സമുദ്രം. സമുദ്രം എന്ന് പറയുന്നത് വലിയ ജലാശയമാണ്. അവിടെ മണൽത്തിട്ട ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ത്? നിശ്ചിത അളവിൽ തോട്ടിൽ നിന്നും ആറ്റിൽ നിന്നും കടലിൽ നിന്നും വെള്ളം വന്നാൽ സമുദ്രത്തിൽ അവിടെ മണൽത്തിട്ട ഉണ്ടാകുകയില്ല. ബൈബിളിൽ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് സ്നേഹം പറ്റിപ്പോയ, ക്ഷമ പറ്റിപ്പോയ, കരുണ പറ്റിപ്പോയ, ദയ പറ്റിപ്പോയ ഹൃദയങ്ങളിൽ വെറുപ്പിൻ്റെ മണൽത്തിട്ട തെളിയും എന്നാണ് വെളിപാട് 12:18 പറയുന്നത്. കർത്താവിൻ്റെ ജീവരസം, കർത്താവിൻ്റെ ജീവ ചൈതന്യം ഒഴുകുന്ന ഒരു ഹൃദയത്തിൽ ഒരിക്കലും മണൽത്തിട്ട തെളിയുകയില്ല വെറുപ്പിൻ്റെ. എവിടെ കർത്താവിൻ്റെ കരുണയുടെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ തായ്തടിയിൽ നിന്ന് വരുന്ന ജീവരസത്തിൻ്റെ, കർത്താവിൻ്റെ ചങ്കിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ അരുവിയുടെ അളവ് നാം വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം എന്നീ കല്ലുകൾ കൊണ്ട് അടച്ചോ, അരുവി പറ്റിച്ചു കളഞ്ഞോ, ആ ഹൃദയത്തിൽ വെറുപ്പിൻ്റെ മണൽത്തിട്ട തെളിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് വെറുപ്പിൻ്റെ മണൽത്തിട്ട തെളിഞ്ഞിട്ട് ആ മണൽത്തിട്ടയിൽ സാത്താൻ ആധിപത്യം പുലർത്തി അവരെ സാത്താൻ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന അംഗങ്ങളുടെ സംഖ്യ, ആത്മാക്കളുടെ സംഖ്യ, ദൈവമക്കളുടെ സംഖ്യ വർദ്ധിച്ചതിനാൽ സ്വർഗം കണ്ണീർ പൊഴിക്കുകയാണ്. മാതാവ് രക്തക്കണ്ണീര് പൊഴിക്കുകയാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ഉയർന്ന് പ്രാർത്ഥിക്കുവോ, ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുവോ. സാത്താന്റെ ഈ വലിയ ഈ സംരംഭത്തെ തകർക്കുന്നതിന് വേണ്ടി സ്വർഗം കേഴുകയാണ്. അതെ, ഈ സ്വർഗത്തിന്റെ കേഴൽ, സ്വർഗത്തിന്റെ സങ്കടം കേട്ടുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒത്തുചേർന്ന് തന്നെ ഓർത്ത് ഇന്ന് സ്വർഗം സന്തോഷിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ധൈര്യത്തോടു കൂടി പറയുകയാണ്, ഈ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളെ വിളിച്ചു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരു വ്യക്തിക്കും ഈ കൂട്ടായ്മയിലേക്ക് വരാൻ സാധ്യമല്ല. നിങ്ങളെ വിളിച്ചുവെങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. അനന്ത സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം നീ എവിടെയായാലും ശരി ധൈര്യത്തോടുകൂടി കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇപ്പോൾ പ്രാർത്ഥനയാണ് ആവശ്യം. ഈ മേഖലയെ ദൂഷിപ്പിക്കുകയല്ല, അങ്ങനെ പോയേ ഇങ്ങനെ പോയേ എന്ന് പറഞ്ഞ് വിലപിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ നിമിഷം പ്രാർത്ഥനയാണ് ഉയരേണ്ടത്. അമ്മ പറയുകയാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാണ്. കോൾ ടു ഹോളിനെസ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് വിളിച്ചത്. തെസ്സലോനി 4:3 പറയുകയാണ് എല്ലാവരെയും. അമ്മ പറയുകയാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ അശുദ്ധിയിലും വ്യക്തി മാഹാത്മ്യത്തിലും ആശ്രയിച്ച് കൃപകൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം തകരുകയാണ്. മക്കളെ, സ്വർഗത്തിന്റെ വിലാപം കേൾക്കാനായിട്ട് നിന്റെ ചെവി തുറക്കുന്നുവെങ്കിൽ നിന്റെ കൈകൾ ഉയരട്ടെ, നിന്റെ ഹൃദയം ഉയരട്ടെ. പരിത്യാഗ പ്രവൃത്തിയിലേക്ക്, ത്യാഗ പ്രവൃത്തിയിലേക്ക് മകനെ ഈ നിമിഷം കർത്താവിലേക്ക് അനേകർ മക്കളെ തിരിയുന്നതിന് വേണ്ടി ദൈവമേ അനേകർക്ക് മാനസാന്തരം കൊടുക്കണമേ എന്ന് നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണുനീർ പൊഴിച്ച് പ്രാർത്ഥിക്കൂ. ദൈവം ആ കണ്ണുനീരിന് ഉത്തരം നൽകും. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ അശുദ്ധിയിലും വ്യക്തി മാഹാത്മ്യത്തിലും ആശ്രയിച്ച് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ജീവരസം, ദൈവത്തിന്റെ ചങ്കിൽ നിന്ന് വരുന്ന കൃപയുടെ നീർച്ചാൽ അടച്ചു കളഞ്ഞ് അതേ ശൂന്യതയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ, ആ കൃപ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നത് കാണുമ്പോൾ സ്വർഗം കരയുകയാണ്. മാതാവ് പറയുകയാണ്, ആത്മീയ ശൂന്യതയാണ് ഇതിന് കാരണം ആത്മാവിന് നിത്യത വേണം. ആത്മാവിന് കർത്താവിന്റെ ചങ്കിൽ നിന്നൊഴുകുന്ന ജീവരസം വേണം. അതില്ല. സാത്താൻ ഒരിക്കലും ഒരു മനുഷ്യന് നിത്യത കൊടുക്കാൻ സാധ്യമല്ല. അവൻ ചെയ്യുന്നത് പാപ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ തന്ത്രപൂർവ്വം നയിച്ച് നിരാശയും കുറ്റബോധവും അവനിൽ ജനിപ്പിച്ച് ജീവിതത്തെ വെറുക്കുവാൻ, ദൈവത്തിലേക്ക് തിരിയാതിരിക്കുവാൻ പ്രേരിപ്പിച്ച്
സാത്താൻ ഇന്ന് ഒരുപിടി ആൾക്കാരെ കൂട്ടിയിരിക്കുകയാണ്. ഒത്തിരി പേര് ഈ സാത്താന്റെ പുറകെ പോയിരിക്കുകയാണ്. അവരെ തിരികെ കൊണ്ടുവരണം മക്കളെ. പ്രാർത്ഥിച്ചാൽ അവന്റെ കോട്ട പൊട്ടും, അവന്റെ ചങ്ങല പൊട്ടും, അവന്റെ എല്ലാ പദ്ധതികളും പൊട്ടും. അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾ ഇറങ്ങ്, ഞാനുണ്ട് മുന്നില്. അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് ഈ ഭൂമിയിൽ നമുക്ക് ഒരു വലിയ പ്രാർത്ഥന ഒരുക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ സമയം അനേകരിലേക്ക് കൃപയൊഴുകട്ടെ. അനേകര് കർത്താവെ തിരിച്ചറിയട്ടെ. തങ്ങളുടെ ഹൃദയം സാത്താന്റെ കോട്ടയാണെന്ന് തിരിച്ചറിയട്ടെ. കർത്താവെ സമുദ്രത്തിന്റെ മണൽത്തിട്ടയാണെന്ന് തിരിച്ചറിയട്ടെ. ജീവരസം പറ്റിപ്പോയെന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കൃപയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാതെ സാധ്യമല്ല. ഇവനെ ഹൃദയത്തിൽ നിന്ന് ബഹിഷ്കരിക്കണമെങ്കിൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം. ഞാൻ ഇന്ന് ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ്, ഒരു ക്ലിപ്പ് കാണിക്കാൻ പോവുകയാണ്. റാണിക്ക് 17 പ്രാവശ്യം പഞ്ചക്ഷത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് പൊതുവേദിയിലും ചിലത് വ്യക്തിപരമായിട്ടും. ഒത്തിരി എളിമയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. എല്ലാ പഞ്ചക്ഷത സമയത്തും അനേകം മൈലുകൾക്ക് അകലിൽ നിന്ന് ഞാൻ റാണിയുടെ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറയുണ്ട്. എല്ലാ അനുഭവങ്ങളും ഞാൻ വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു ഇത് സൂക്ഷിച്ചു വെക്കുവാനായിട്ട്. 10-22 വർഷമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ശുശ്രൂഷ ലൈവായിട്ട് നടത്തുവാനും തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് പോന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ദാവീദിൻ്റെ ആ കവണിയിൽ 5 കല്ല് ആശീർവദിച്ചു കൊടുത്തതുപോലെ നീ ക്ലിപ്പുമായിട്ട് പോകുക. അനേകം കോട്ടകൾ തകരുവാനായിട്ട് ഇത് ഉപകാരമാകും. അങ്ങനെ ശക്തമായൊരു പ്രചോദനം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് ഇത്ര നാൾ ഭദ്രമായി വെച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1-2 കാര്യം കൂടി ഞാൻ പറയട്ടെ. റാണിയുടെ നെറ്റിൽ വിശുദ്ധ കുരിശ് കൊണ്ട്, തിരുരക്തം കൊണ്ട് കുരിശ് വരയ്ക്കുന്ന ആ അനുഭവം 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണാനായിട്ട് പോകുന്നത്. അത് പീഡാനുഭവം ഒരു കെട്ടുകഥയല്ല എന്നും അത് സത്യമാണെന്നും, കർത്താവിന്റെ തിരുമുറിവുകൾ സത്യമാണെന്നും, ദൈവം ഒരു കെട്ടുകഥയല്ലെന്നും അനേകർ വിശ്വസിക്കുന്നതിന് വേണ്ടി സമൃദ്ധിയുടെ കാലത്ത് നൽകിയ ഈ അടയാളം ക്ഷാമകാലത്ത് ഉപകാരപ്പെടും എന്ന് കരുതി തമ്പുരാൻ ദൈവ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇത് പ്ലേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഫരിസേയർ ചോദിച്ചു, ഞങ്ങൾക്ക് വലിയൊരു അടയാളം തരണം. ഈശോ പറഞ്ഞു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചുമന്നിരിക്കുന്നു, കാലാവസ്ഥ നല്ലതാണ്. പ്രഭാതത്തിൽ നിങ്ങൾ പറയുന്നു കാലാവസ്ഥ ചുമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ പാപഭേദങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ എന്തേ വൈകുന്നു? പ്രിയപ്പെട്ടവരെ, സമൃദ്ധിയുടെ കാലത്ത് ഇതുണ്ടായപ്പോൾ പലരും തെറ്റിച്ചുളിച്ചപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ആരും ഓർത്തില്ല. ഒരു സോപ്പും പതയിൽ ചത്തുപോകുന്ന അണുവിനെ പേടിച്ച് ഇന്ന് മനുഷ്യൻ 1.5 വർഷമായിട്ട് ആത്മീയ ശുശ്രൂഷയിൽ ഭയപ്പെട്ട് കഴിയുമ്പോൾ ഈ വരൾച്ചയുടെ കാലത്ത് തൻ്റെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ച അമൂല്യ സമ്പത്താണ് അടയാളം എന്നുള്ള ഒരു ചിന്തയോടുകൂടി, മുൻവിധിയില്ലാതെ ഇതിനെ കാണണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ചിത്രം കാണാം. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും യേശുക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് നേടിയെടുക്കപ്പെട്ടവരാണ്. യേശു കുരിശിന്റെ പാത സ്വീകരിച്ച് ജീവൻ സമർപ്പിച്ച് ഓരോ വ്യക്തികളെയും വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്ത്, ഓരോ വ്യക്തികളെയും വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പുതുജന്മമേകി സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. ഇപ്രകാരം മഹത്വീകരിക്കപ്പെട്ട കുരിശിന്റെ അടയാളമായി തീരേണ്ട മനുഷ്യൻ സഹനം സ്വീകരിക്കാതെയും പാപകരമായ ജീവിതം പിന്തുടർന്നും ബലിജീവിതം നശിപ്പിക്കപ്പെടുമ്പോൾ
കുരിശുമരണത്താൽ മാനവകുലത്തെ രക്ഷിച്ച യേശു വേദനിക്കുന്നു. ആ കുരിശിനെ താങ്ങിയ വിമല ഹൃദയവും വേദനിക്കുന്നു. കണ്ടോ കുരിശിലെ അടയാളം കണ്ടോ? തിരുനെറ്റിയിൽ തെളിഞ്ഞു വരുന്ന അടയാളം കണ്ടോ? കർത്താവിൻ്റെ പീഡാനുഭവം സത്യമാണ് മക്കളെ. കർത്താവിൻ്റെ പീഡാനുഭവം സത്യമാണ് മക്കളെ. ഈശോ ഒരു കെട്ടുകഥയല്ല മക്കളെ. ഈശോ ഒരു കെട്ടുകഥയല്ല മക്കളെ. ഒരു ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റ് മരിച്ച് അവൻ്റെ മുറിവിൽ നമ്മളെ ഒളിപ്പിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ യാഥാർത്ഥ്യം സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ കരുതി വെച്ചത് ഈ ആത്മീയ ദാരിദ്ര്യ വേളയിൽ നിരീശ്വരത്വത്തിലേക്കും വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കും അനേക മക്കൾ കൂപ്പുകുത്തി വീഴാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ അമ്മ അപകടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മക്കളെ ആ വഴി പോകരുതേ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പീഡാനുഭവം 3 സത്യങ്ങളാണ് നമ്മെ അറിയിക്കുന്നത്. ഒന്ന്, പീഡാനുഭവം സത്യമാണ്. ഇത് ഛായാദർശനമല്ല. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ റഫായേൽ മാലാഖ പറയുന്നുണ്ട്, ഈ നാൾ വരെയും ഞാൻ നൽകിയത് ഒരു ഛായാദർശനമായിരുന്നു. ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈശോ ആരാണ്? ഈശോ ഈശോ ദൈവമാണ്. ഈശോ ദൈവമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 പറയുന്നു, ദൈവം തന്നെയായ ഏകജാതൻ. ഈശോ ദൈവമാണ്. ഒരു ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനോട് പറഞ്ഞു, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി നിന്റെ ശരീരത്തിൽ മുറിവ് സ്വീകരിക്കണം. അതാണ് പരിച്ഛേദന കർമ്മം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ ഉടമ്പടി വെച്ചു, മോനെ നീ ആ വേദന ഏറ്റെടുക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി ആ വേദന ഏറ്റെടുക്കാം. എൻ്റെ ശരീരത്തിൽ നിന്നെ ഓർക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു ഉടമ്പടി ഇതാ ഈ മുറിവിൽ ഞാൻ നിന്നെ ചേർത്ത് വെക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ മുറിയാം. പ്രിയപ്പെട്ടവരെ, പഞ്ചക്ഷതധാരികളും വിശുദ്ധരും ഒരുപോലെ പറഞ്ഞു, യേശുവിൻ്റെ ശരീരത്തിൽ അനേകം മുറിവുകളുണ്ട്, 6000-ൽ പരം മുറിവുകൾ. ഞാൻ പറയും അസംഖ്യം മുറിവുകളുണ്ട്. കാരണം കൊളോസോസ് 1:22 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. എങ്ങനെയാണ് അനുരഞ്ജിപ്പിച്ചത്? റിക്കൺസൈൽ ചെയ്തത്. അത് അവൻ്റെ മുറിവിലേക്ക് അവൻ്റെ ശരീരം മുറിച്ചു. അതായത് ദൈവം തൻ്റെ ശരീരം മുറിച്ച് നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് അവൻ്റെ ജീവരക്തത്തിൽ നമ്മുടെ പാപം കഴുകി. അതുകൊണ്ട് നമുക്ക് പാപമോചനവും രക്ഷയും സൗജന്യമായി ലഭിച്ചു. ഹല്ലേലൂയ. അതെ, കർത്താവിൻ്റെ തിരുമുറിവുകൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 2, നാം തിരുമുറിവിനുള്ളിലാണ്. നാം തിരുമുറിവിനുള്ളിലാണ്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഒരു സുരക്ഷിതത്വമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം തിരുമുറിവിനുള്ളിലാണ്. കൊളോസോസ് 1:22 പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു എന്ന്, നമ്മളെ റിക്കൺസൈൽ ചെയ്തു. അതെ, നമ്മൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് തിരുമുറിവുകൾ, കർത്താവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം ഇതൊരു കെട്ടുകഥയല്ല, ഇത് സത്യം തന്നെയാണ്. യേശയ്യ 54:14 പറയുന്നു, അവനെ കണ്ടവർ അമ്പരന്ന് പോയി, മനുഷ്യനൊന്നും തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അത്രമാത്രം മുറിവുകൾ. എന്താ ആത്മരക്ഷയുടെ ദാഹമാണ് അത് തിരുമുറിവുകൾ എന്ന് പറയുന്നത്. എല്ലാവരെയും ചേർത്ത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ ഈ ഇതിനെക്കുറിച്ച് നൽകുന്ന സന്ദേശം ഇതാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കളും യേശു ക്രിസ്തു
കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട നേടിയെടുക്കപ്പെട്ടവരാണ്. ഇത് സത്യമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഈശോ ഹിന്ദുവിന്, മുസൽമാന്, പാർസിക്ക്, നാനാജാതി മതസ്ഥർക്ക്, ലോകത്തിലുള്ള കോടാനുകോടി മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈശോയെ. നാം ഈശോയെ കൊടുക്കണം, അവർക്ക് കൊടുക്കണം. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും യേശു ക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട നേടിയെടുക്കപ്പെട്ടവരാണ്. യേശു കുരിശിന്റെ പാത സ്വീകരിച്ച് ജീവൻ സമർപ്പിച്ച് ഓരോ മക്കളെയും വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്തു. എന്നിട്ട് തന്റെ തിരുമുറിവിൽ നിക്ഷേപിച്ചു. നമുക്കതൊന്നുകൂടെ കാണാം, ആ ക്ലിപ്പ് ഒന്നുകൂടെ കാണാം. പ്രിയപ്പെട്ടവരെ, വലിയൊരു സത്യമാണ് ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഇതാ ഇന്നും ജീവിക്കുന്നവനാണ്. യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. ദൈവമേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. നമുക്കൊന്ന് സ്തുതിക്കാം. ദൈവമേ, ഓരോ മക്കളെയും വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈശോയെ. ഓരോ മക്കളെയും വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്തു. ഞങ്ങൾ അങ്ങയുടെ തിരുമുറിവിനുള്ളിലാണ് കർത്താവേ. അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ തിരുമുറിവിനുള്ളിലാണ് എന്നുള്ള വലിയ സന്ദേശം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ദൈവമായിരിക്കെ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവന്റെ ശരീരം മുറിച്ച് ആ തിരുരക്തച്ചോരയിൽ ഞങ്ങളെ മുക്കി ഞങ്ങളെ അടയാളപ്പെടുത്തി. കർത്താവേ, ഞങ്ങൾക്ക് സൗജന്യമായി പാപമോചനവും രക്ഷയും അവിടുന്ന് പകർന്നു തന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. ഈ അനുഗ്രഹം റാണിക്ക് മാത്രമല്ല, ദൈവമക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. തിരുരക്തം കൊണ്ട് ഈശോ നിങ്ങളുടെ ശിരസിൽ ഇതാ തിരുരക്തം കൊണ്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇത് റാണിക്ക് മാത്രം കിട്ടിയ അനുഗ്രഹമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹം അവിടുന്ന് സൗജന്യമായി നൽകുന്നു. അതാണ് പാപമോചനവും രക്ഷയും എന്ന് പറയുന്നത്. പാപമോചനവും രക്ഷയും. നീ ഇത് വിശ്വസിക്കുന്നുവോ? നീ ഇത് വിശ്വസിക്കുന്നുവോ? എങ്കിൽ കൈകൾ ഉയർത്തോ, കൈകൾ ഉയർത്തോ. യേശുവിനെ വിളിക്കൂ. യേശുവേ, നിന്റെ അനന്ത സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. വിളിക്കട്ടെ, വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ. അതെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. എന്താണ് വിശ്വാസം? ഒരു ദൈവം മനുഷ്യനായി അവതരിച്ച് അവന്റെ ശരീരം കീറി മുറിച്ച് ആ ശരീരത്തിൽ എന്നെ ഉൾച്ചേർത്ത്, ആ മുറിവിൽ എന്നെ ഉൾച്ചേർത്ത് എനിക്ക് സൗജന്യമായി പാപമോചനവും രക്ഷയും നൽകി എന്നുള്ളത് നീ ബുദ്ധിയിൽ വിശ്വസിക്കണം, മനസ്സിൽ വിശ്വസിക്കണം, കണ്ണും പൂട്ടി നീ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസരാഹിത്യമാണ്. ഇത് ബുദ്ധിയിൽ വിശ്വസിക്കും, മനസ്സിൽ വിശ്വസിക്കും, എന്നാൽ കണ്ണുമടച്ച് സംശയിക്കാതെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ നിമിഷം നിനക്ക് സൗജന്യമായ പാപമോചനവും രക്ഷയും ലഭിക്കുകയാണ്. ഇന്ന് ആന്തരിക ശൂന്യതയുടെ കാരണം ഇതാണ്. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ശത്രുവിനെ തകർക്കണം എന്നുള്ള ചിന്തയോടുകൂടെ സമുദ്രത്തിൽ മണൽത്തിട്ട തെളിയുന്നത് പോലെ സാത്താന് വാസസ്ഥലമൊരുക്കി അനേകർ വ്യക്തി മാഹാത്മ്യത്തിലും അതുപോലെ അശുദ്ധിയിലും മുഴുകി ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവൻ്റെ ഉള്ളിൽ ഈശോയ്ക്കോടുള്ള സ്നേഹമില്ല എന്നുള്ളതാണ്. ഈശോയോടുള്ള സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന്, ഈശോ എനിക്ക് വേണ്ടി ശരീരം മുറിച്ചുവെന്ന്, ആ മുറിവിൽ എന്നെ നിക്ഷേപിച്ചുവെന്ന്, കാട്ടൊലിവായ എന്നെ ആ കാട്ടിൽ നിന്ന് മുറിച്ചു കൊണ്ടുവന്ന് കൃഷിത്തോട്ടത്തിലെ നല്ല ഒലിവായ ആ കൃഷിസ്ഥലത്ത് തൈത്തണ്ടിനോട്, യേശു ക്രിസ്തുവായ തൈത്തണ്ടിനോട് എന്നെ ചേർത്ത് നിർത്തി എന്നുള്ള ഒരു വലിയ ബോധ്യം നിന്റെ അന്തരാത്മാവിൽ എന്ന് പതിയുന്നുവോ അന്ന് മാത്രമേ നിനക്ക് വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ ഇന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്, ഇന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. വിശ്വാസരാഹിത്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, വിശ്വാസം വഴി എന്ത് ചെയ്യണം? വിശ്വാസം വഴി ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കണം. എഫേസ്യർ 3:16-17.
വിശ്വാസം വഴി ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കണം. എങ്ങനെയാ വസിക്കേണ്ടത്? സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം. സ്നേഹത്തിൽ വേരുപാകണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ഈശോയെ സ്നേഹിക്കണം. എന്റെ ദൈവമേ, എന്നെ കാത്തു പരിപാലിച്ചത് ഞാൻ നന്ദി പറയുന്നു. തിരുമുറിവിൽ എന്നെ സംരക്ഷിച്ചത് നന്ദി പറയുന്നു. അറക്കുവാൻ കൊണ്ടുവന്ന കുഞ്ഞാട്ടിനെ പോലെയും രോമം കത്തിക്കാൻ കൊണ്ടുവന്ന ചെമ്മടിയാടിനെ പോലെയും മൗനം അവലംബിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. പത്രോസ് വിളിച്ചു പറഞ്ഞു, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നു. ശിഷ്യന്മാര് മുഴുവൻ വിളിച്ചു പറഞ്ഞു, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നു. ആ മുറിവിന്റെ അനുഭവമാണ് രക്തസാക്ഷിത്വത്തിലേക്ക് അപ്പസ്തലന്മാരെ നയിച്ചത്. അങ്ങനെയെങ്കിൽ മകനെ, നിന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ല എങ്കിൽ നീ ഇന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, മോനെ, നിന്റെ വിശ്വാസം എവിടെ? നീ വിശ്വാസിച്ച് സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ചില്ല എങ്കിൽ വിദ്വേഷത്തിന്റെ വേര് നിന്റെ ഹൃദയത്തിൽ അടിയുറയ്ക്കും. സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ചില്ല എങ്കിൽ, സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചിലത് നീ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കൊറിന്തോസ് 6:12 പറയുന്നു, എല്ലാം എനിക്ക് അനുവദനീയമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. പ്രഭാഷകൻ 31:10 പറയുന്നു, പാപം ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നിട്ടും അത് ചെയ്യാത്തവൻ ആര്? തിന്മ പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആര്? അവന്റെ ഐശ്വര്യം നിലനിൽക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ സഹനമെന്ന് പറയുന്നത്. ആത്മീയ തല സഹനമെന്ന് പറയുന്നത് എല്ലാം എനിക്ക് അനുവദനീയമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ ചിലത് വേണ്ട എന്ന് വെക്കുന്നു. അതാണ് സഹനമെന്ന് പറയുന്നത്. അതാണ് ആത്മീയ തല സഹനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മീയ സഹനം ഇല്ല എങ്കിൽ നിനക്ക് ഭൗമിക തല സഹനം ഏറ്റെടുക്കാൻ സാധ്യമല്ല. അത് യേശയ്യ 33:15 പറയാണ്, നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നത് സഹനമാണ് മകനെ. സത്യം സംസാരിക്കുക എന്നത് സഹനമാണ് മകനെ. മർദ്ദനം വഴി ഉണ്ടാകുന്ന നേട്ടം ഒഴിവാക്കുക എന്ന് പറയുന്നത് സഹനമാണ് മകനെ. രക്തച്ചൊലിച്ചിലിനെ കേൾക്കുമ്പോൾ കാത് പൊത്തുക എന്നുള്ളത് സഹനമാണ് മകനെ. കൈക്കൂലി വാങ്ങാതിരിക്കുവാൻ കൈ കുടയുക എന്നുള്ളത് സഹനമാണ് മകനെ. തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണുകൾ അടയ്ക്കുക എന്നുള്ളത് സഹനമാണ് മകനെ. ഇന്ന് നിന്റെ കമ്പ്യൂട്ടർ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ പഠിക്കാനെന്ന വ്യാജാന അപ്പനെയും അമ്മയെയും വഞ്ചിച്ചിട്ട് നീ പഠിക്കുവാനായിട്ട് കമ്പ്യൂട്ടർ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ നിന്റെ കൈത്തുമ്പിൽ എല്ലാ മ്ലേച്ഛതകളും കടന്നു വരും. എല്ലാ മ്ലേച്ഛതകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പനും അമ്മയും ഓർക്കുന്നത് നീ പഠിക്കുന്നു എന്നുള്ളതാണ്. ലൈംഗിക ദാഹം ദുഷിച്ച ജലപ്രവാഹം പോലെ ഇന്ന് സാത്താൻ മീഡിയയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈംഗിക ദാഹം ദുഷിച്ച ജലപ്രവാഹം പോലെ എല്ലാ മീഡിയയിലൂടെയും, പ്രത്യേകിച്ച് മാനുഷിക ബുദ്ധിയാൽ ഉടലെടുത്ത ചപ്പുചവറ മാധ്യമങ്ങളിലൂടെ ഇന്ന് അത് സാത്താൻ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങൾ പാപവശീകരണത്തിന്റെ വഷളത്വമായി മാറിക്കൊണ്ട് പല കുടുംബങ്ങളിലേക്ക് കയറിക്കൊണ്ട് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അനേകം മക്കളെയും ബന്ധിച്ചിടുമ്പോൾ ദൈവം ഷെക്കനയിലൂടെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുകയാണ്. മോനെ, നിന്റെ ഈ കമ്പ്യൂട്ടർ കർത്താവിന് സമർപ്പിക്കൂ. അത് ത്യാഗമാണ്. ഇതിലൂടെ വരുന്ന പ്രക്ഷേപണങ്ങൾ നിങ്ങൾ കേൾക്കൂ, പ്രഭാഷണം കേൾക്കൂ. അത് നിനക്ക് സഹനമാണ്. ആ സമയത്ത് സാത്താൻ പറയും, നമുക്ക് ലൈംഗിക ദാഹം ദുഷിച്ച ജലപ്രവാഹം പോലെ വരുന്ന ആ ചാനലുകളിലേക്ക് പോകാം. നീ പോകാതിരിക്കുക എന്നുള്ളത് നിന്റെ ആത്മീയ സഹനമാണ്. നീ സഹനം ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ അതെ, ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് യോഗ്യത കിട്ടിക്കഴിഞ്ഞു. നിനക്ക് യോഗ്യത കിട്ടിക്കഴിഞ്ഞു. കർത്താവ് നിന്റെ തിരുനെറ്റിയിൽ ഇതാ കുരിശ് വരച്ച്, മോനെ, ഇതാ ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിന്നെ ഇതാ മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ ആഹ്വാനം നിന്റെ അന്തരാത്മാവിൽ മുഴങ്ങും. എല്ലാം എനിക്ക് അനുവദനീയമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. ഞാൻ ചെറിയൊരു അനുഭവം, എൻ്റെ കൊച്ചനുഭവം പറയുകയാണ്. ചിലപ്പോൾ അത് മണ്ടത്തരമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ 18 പ്രാവശ്യം വിശ്വനാട്ട് യാത്ര 50-60 വ്യക്തികളെ കൊണ്ട് ഞാൻ ഗ്രൂപ്പ് നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, കാനായി ചെന്ന് കഴിയുമ്പോൾ ഗ്രൂപ്പ് ലീഡർക്ക് അതിൻ്റേതായ സപ്ലൈ ഒക്കെ കിട്ടും. കാനായിലെ സാധനം എന്നാണെന്നറിയാമല്ലോ, വീഞ്ഞ്. ഗ്രൂപ്പ് ലീഡർ 10-60 പേരെയും കൊണ്ട് പോകുമ്പോൾ നല്ല സെയിലാണ് നടക്കുന്നത്. ചോദിക്കുന്ന കുപ്പി എനിക്ക് കിട്ടും. വലിയ വലിയ ഹോട്ടലിൽ താമസിക്കുമ്പോൾ റെഡ് ഹോട്ട് വൈൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും. തമ്പുരാൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഇന്നേ വരെ ഒരു തുള്ളി വൈൻ ഞാൻ എടുത്തിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, അച്ഛൻ പൊട്ടനാണെന്ന്. അതെ, ആ പൊട്ടത്തമാണ് എൻ്റെ സഹനമെന്ന് പറയുന്നത്. അതാണ് ആത്മീയ സഹനമെന്ന് പറയുന്നത്. ഞാൻ അതൊക്കെ മേടിച്ച് ഒരു മനുഷ്യനും അറിയലായിരുന്നു. ആ പണം എൻ്റെ കീശയിൽ വന്നു കഴിഞ്ഞാൽ അറിയലായിരുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ
തിരുമുറിവിൽ നിന്ന് ഞാൻ പോകുമല്ലോ എന്നുള്ള ചിന്ത, എന്റെ തിരുമുറിവിൽ ഞാൻ അങ്ങനെ ചെയ്താൽ എന്റെ കർത്താവ് വേദനിക്കുമെന്നുള്ള ചിന്ത, ആ ചിന്തയാണ് ആ സഹനം ഏറ്റെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നീ വെറുപ്പിലും വൈരാഗ്യത്തിലും ക്ഷമിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റാതെ മുഖം വെട്ടിച്ചു പോകുമ്പോൾ തിരുമുറിവിലിരുന്ന് നീ കർത്താവിനെ കുത്തി മുറിവേൽപ്പിക്കുകയാണ്. ആ തിരുമുറിവിൽ നിന്നും നീ മുറിവ് വിസ്തൃതമാക്കുകയാണ്. സാത്താന് നീ ശക്തി പകരുകയാണ്. ആ ഹൃദയം നീ സാത്താന് കൊടുക്കുകയാണ്. മകനെ, അരുത്, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത് മകനെ. പ്രിയപ്പെട്ടവരെ, നീ കുരിശിൻ്റെ ചുവട്ടിൽ നിനക്ക് വേണ്ടി മരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. നീ കുരിശിൻ്റെ ചുവട്ടിൽ നീ കർത്താവിന് വേണ്ടി നീ മരിക്കണം, എന്നിട്ടോ നീ യേശുവിന് വേണ്ടി ജീവിക്കണം. ഇതാണ് കാലഘട്ടത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആരെയും വേദനിപ്പിക്കാൻ പറയുകയല്ല. കാര്യസാധ്യതയുടെ സുവിശേഷ പ്രഘോഷം നിർത്തേണ്ട സമയമായി ഈ ക്ഷാമകാലത്ത്. കാര്യസാധ്യതയുടെ സുവിശേഷം നിർത്തേണ്ട സമയമായി പ്രഘോഷണം. അത് തന്നാൽ ഇത് കിട്ടും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും. അല്ല, ആത്മരക്ഷയാണ് പ്രധാനപ്പെട്ടത്. ആരെയും വേദനിപ്പിക്കാൻ ഞാൻ പറയുകയല്ല. എൻ്റെ അന്തരാത്മാവിൽ ദൈവം ഒരു ചലനം നൽകിയത് കൊണ്ട് ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. കൈകളുയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, അഡ്ജസ്റ്റ്മെന്റിന്റെ ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. നീതിയും അനീതിയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പ്രകാശവും അന്ധകാരവും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ക്രിസ്തുവും ബലിയാലും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ക്രിസ്തുവിന്റെ ആലയവും വിഗ്രഹവുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. കട്ട് ആൻഡ് റൈറ്റ്, ഒന്നെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. നീ യേശുവിന് പൂർണ്ണമായിട്ട് നീ വിട്ടുകൊടുക്കുക. അതാണ് വിശ്വാസം വഴി. നീ വിശ്വസിക്കണം, കണ്ണടച്ച് വിശ്വസിക്കണം. അതെ, കർത്താവ് അവൻ്റെ മുറിവിലാണ് ഞാൻ. എന്നെ നാഥ, അങ്ങേക്ക് ഹിതകമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്ത് അങ്ങയുടെ വേദന ഞാൻ വർദ്ധിപ്പിക്കുകയില്ല. ഞാൻ അങ്ങയുടെ മുറിവിൽ തൈലം പുരട്ടും, അതിന് ഞാൻ മരിക്കും. നീ ഇന്നിവിടെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ നിന്റെ മുറിയിൽ വെച്ച് നീ ഈ തീരുമാനമെടുത്താൽ അതുമൂലം നിന്റെ ഭവനം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. നിന്റെ ഭവനം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതെ, ഇന്ന് സഭയുടെ ഉള്ളിൽ പോലും ഈ സാത്താൻ കയറിയിട്ടുണ്ട്. എതിരാളിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വ്യാജങ്ങൾ മെനയുക, വക്രത കാണിക്കുക, ഏത് ഗൂഢാലോചനയും നടത്തുക. കർത്താവ് വേദനിക്കുകയാണ് മക്കളെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭയിലെ മുന്തിരി വള്ളിയിലെ ഇത്തിക്കണ്ണികളെ മാറ്റിക്കളയുവാനായിട്ടുള്ള, പ്രാർത്ഥനയിലൂടെ മാറ്റിക്കളയാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ പ്രാർത്ഥനയിലൂടെ ദൈവം ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ്. എളിമയുണ്ടായിരിക്കണം. നീ കാട്ടൊലിവായിരുന്നു, നിനക്ക് സൗജന്യമായ പാപമോചനവും രക്ഷയും നൽകി. ഇനിയും ആത്മരക്ഷയായിരിക്കണം നിന്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് നീ യേശുവിൻ്റെ കൂടെ നിൽക്കണം. വേര് നിന്നെ താങ്ങുകയാണ്, നീ വേരിനെ താങ്ങുകയല്ല. ഈ എളിമ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിനക്ക് ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതെ, തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഒന്നിനോടും നീ കൂട്ടുചേരരുത്. അതുകൊണ്ടാണ് അമ്മ പറയുകയാണ്, ഇനി മാനസാന്തരമായിരിക്കട്ടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട വ്യക്തികളായിരിക്കട്ടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. മഹത്വീകരിക്കപ്പെട്ട കുരിശിൻ്റെ അടയാളമായി തീരേണ്ട ഞാനും നിങ്ങളും സഹനം സ്വീകരിക്കാതെ, എന്ത് ആത്മീയ തല സഹനം എന്ന് പറഞ്ഞാൽ പലതും വേണ്ട എന്ന് വെക്കുന്നത് സഹനമാണ്. പലതും വേണ്ട എന്ന് വെക്കുന്നത് ഒരു സഹനമാണ്. അതെ, വേണ്ട എന്ന് വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതാവ് വീണ്ടും പറയുകയാണ്, മറ്റുള്ളവർക്ക് അജ്ഞാതമെങ്കിലും സ്വർണത്തേക്കാൾ വിലയുള്ള നിങ്ങളുടെ ആത്മാവിൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന ചുണുനിണത്താൽ മറ്റുള്ളവരെ ഞാൻ ഉജ്ജ്വലിപ്പിക്കും. എന്താണ് ആത്മാവിൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന ചുണുനിണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഹിതത്തിനെതിരായി ഞാൻ പ്രവർത്തിക്കുകയില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ എത്ര മഹാപാപിയാണെങ്കിലും ശരി, യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും അനുതാപം നിന്നിൽ ഉണ്ടാകുകയും ചെയ്താൽ ആ ഒറ്റ നിമിഷം കർത്താവ് നിന്നെ സ്പർശിക്കാൻ പോവുകയാണ്. അതെ, നീ ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാമെന്ന് പറയൂ, നീ ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാമെന്ന് പറയൂ. അതെ, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ഇന്ന് തന്നെ ആരോടും എങ്കിലും മനസ്സിൽ വൈരാഗ്യമുണ്ടെങ്കിൽ ഞാനിതാ ദൈവമേ എൻ്റെ മനസ്സിൽ നിന്നും അത് മാറ്റിക്കളയുന്നു എന്ന് നീ പറയൂ. ജീവിതാന്ത്യമോർത്തെങ്കിലും പ്രിയപ്പെട്ടവരെ, 40 ലക്ഷം പേരാണ് ഇന്ന് ലോകത്തിൽ ഇപ്പോൾ മരിച്ചത് രോഗം മൂലം. നാളെ നിനക്കിത് പിടിയില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അന്തരീക്ഷത്തിലൂടെ ഒരണു വന്ന് നിന്റെ ശ്വാസകോശത്തിലേക്ക് കയറിക്കൊണ്ട് സൗജന്യമായിട്ട് നിനക്ക് ലഭിക്കുന്ന ഓക്സിജൻ ബ്ലോക്ക് ആക്കുകയോ ഇല്ലോ എന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? അതെ, ജീവിതാന്ത്യമോർത്തെങ്കിലും നീ നിന്റെ ശത്രുത അവസാനിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ കഞ്ചിക്കോട്ടുള്ള റാണിക്ക് പരിശുദ്ധയമ്മ നൽകിയ സന്ദേശങ്ങൾ നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ഈ സന്ദേശങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതാണ്, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. പലരും എന്നോട് ചോദിച്ചു, ഫോൺ ചോദിച്ചു, അച്ഛാ ഇത് എങ്ങനെയാണ് കിട്ടിയത്, പുള്ളി എഴുതി പിടിപ്പിച്ചതാണോ എന്നുള്ളത്. അല്ല മക്കളെ, എഴുതി പിടിപ്പിച്ചതല്ല. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ റാണി 4 പേപ്പർ പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് ബ്ലെസ് ചെയ്ത് റാണിയിലേക്ക് കൊടുത്തു. എന്നിട്ട് മാതാവ് വന്നപ്പോഴത്തേന് റാണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ എഴുതുകയാണ്. എന്ത് സ്പീഡിലാണോ എഴുതുന്നത്! പ്രിയപ്പെട്ടവരെ, നേരെ ചൊവ്വേ നമ്മൾ നേരെ എഴുതിയാൽ തെക്കുന്ന് തുടങ്ങിയാൽ വടക്കേ പോയി നിൽക്കുകയുള്ളൂ. കൃത്യം ലൈനിൽ 4 പേപ്പറും ആ മകൾ എഴുതി തീർത്തു. എന്നിട്ട് ഞാൻ കണ്ടു 2 പേപ്പർ എടുത്ത് അത് കറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അത് 2 അക്ഷരത്തെറ്റുണ്ടായിരുന്നു. ഇങ്ങനെ മാതാവിനെ നോക്കി നിൽക്കുകയാണ്. മാതാവ് പറഞ്ഞു കൊടുക്കുന്നു, ടപ്പട്ടപ്പട്ടപ്പട്ടപ്പയെന്നിരുന്നു. സ്വർഗത്തിൻ്റെ എഴുത്താണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കിട്ടിയതാണ് ഈ സന്ദേശം. അത് ഞാൻ സാക്ഷിയാണ്. എൻ്റെ നഗ്ന നേത്രം കൊണ്ട് ഞാൻ കണ്ടതാണ്. അമ്മ ഒരു യാഥാർത്ഥ്യമാണ്. അമ്മയിലൂടെ വന്നിരിക്കുന്നത് കൊച്ചു കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമാണ്. ഇതിൻ്റെ രജത ജൂബിലിയാണ് ഈ വർഷം എന്ന് പറയുന്നത്. 25 വർഷമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ഷെക്കനയ്ക്ക് നന്ദി പറയുന്നു, അതുപോലെ സന്തോഷ് ബ്രദറിന് നന്ദി പറയുന്നു, ടീമങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ രജത ജൂബിലി വർഷത്തിൽ സ്വർഗത്തിൻ്റെ സന്ദേശത്തെ ഇതുപോലെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ദൈവമേ, ഈ മകൻ അത് ചോദിച്ചു വന്ന് ആ മകൻ്റെ ആത്മാവിൻ്റെ സ്പർശനം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു ശുശ്രൂഷ ലോകത്തിന് വേണ്ടിയിട്ട് ഈ സന്ദേശങ്ങളെ മോടിപ്പിടിപ്പിച്ചുകൊണ്ട് കർത്താവേ, അനേക മക്കളെ നീ വിടുതലിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഈ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്കിപ്പോൾ റാണിയിലൂടെയുള്ള സന്ദേശം അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. മക്കളെ, ദുഃഖങ്ങളും മുറിപ്പെടുത്തലുകളും നിന്ദനങ്ങളും മനോവേദനകളും അടിച്ചമർത്തപ്പെടുന്ന നിമിഷങ്ങളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. സാത്താൻ്റെ വഴിത്തിരിവുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണമെന്ന് അമ്മ പറയുന്നേ. ദുഃഖമുണ്ട്, മുറിപ്പെടുത്തലുണ്ട്, നിന്ദനമുണ്ട്, മനോവേദനയുണ്ട്, അടിച്ചമർത്തപ്പെടുന്ന നിമിഷങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഇത് കടന്നു വരുന്നത് സാത്താൻ്റെ വഴിത്തിരിവുകൾക്ക് നമ്മൾ ചെവി കൊടുത്തിട്ട് ദൈവിക വഴിത്തിരിവുകൾക്ക് നേരെ മുഖം മറയ്ക്കുമ്പോൾ, തിരിഞ്ഞു നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള സഹനങ്ങൾ വരാം എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. എല്ലാ സഹനങ്ങളും അങ്ങനെ ആകണമെന്നില്ല. പ്രത്യാശയുടെയും മഹത്വത്തിൻ്റെയും ആശ്രയമായ യേശുവിൽ നിങ്ങൾ അഭയം തേടണം. തിരുസഭയെ കാർന്നു തിന്നുന്ന ഐക്യത നഷ്ടപ്പെട്ട അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം. തിരുസഭയിലെ ഐക്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മുട്ടുകുത്തണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ബോധത്തിൽ ഉദിക്കണം, തിന്മ കടന്നു വരുന്ന സാത്താന്റെ വഴിത്തിരിവുകൾക്ക് സഭ നിന്നുകൊടുത്തോ, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിന്നുകൊടുത്തോ, അപ്പോൾ അവിടെ ഐക്യത നഷ്ടപ്പെടുകയാണ്. മുറുകെ പിടിക്കണം ജപമാല, ഓടിയണയണം ദിവ്യകാരുണ്യ സന്നിധിയില്.
അടുക്കളയിലും അലങ്കാര വസ്തുക്കളുടെ പിന്നാലെയുമായിട്ട് ഓടാനല്ല. ദൈവസന്നിധിയിലേക്ക് മുട്ടുകുത്തി ഓടിയണഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി, സഭാമാതാവിൻ്റെ ഉറപ്പിന് വേണ്ടി, മെത്രാന്മാരുടെയും അഭിഷിക്തരുടെയും ഉറപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, കെട്ടുറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അകലില്ല. നമ്മളോട് മാതാവ് അത് ആവശ്യപ്പെടുന്നുണ്ട്. മാർപ്പാപ്പയും മറ്റ് അജപാലകരും ഐക്യത്തിൽ മുന്നേറേണ്ടത് വളരെയധികം ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. മക്കളെ, വേദനാജനകമായ ശുദ്ധീകരണം സഫലമാകേണ്ട കാലത്തിൻ്റെ രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് കാലം എത്തിയിരിക്കുന്നു. രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് കാലം എത്തി. ഇനി അത് വരാൻ പോകുന്നതല്ല, എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിജീവികളുടെ മലീരസമായ ചിന്തകൾ സഭാ ഐക്യത്തെ തന്നെ വ്യതിചലിപ്പിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്. പരിശുദ്ധ അമ്മ ഈ തിരുസന്ദേശം നൽകിയത് 1997 സെപ്റ്റംബർ 8 അതിനു മുൻപും സഭയിൽ വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സഭയെ കുറ്റപ്പെടുത്താനോ അവഹേളിക്കാനോ ഒന്നുമല്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. സഭ ഞങ്ങളുടെ അമ്മയല്ലേ. ആ അമ്മയ്ക്ക് കെട്ടുറപ്പില്ലാത്ത, ഐക്യത നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ ആത്മീയതയിൽ നിയന്ത്രിക്കേണ്ട, നയിക്കേണ്ട അഭിഷിക്തരിലൂടെയും അഭിഷേക ഗുരുക്കന്മാരിലൂടെയും തിന്മ വരുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകുമ്പോൾ ബുദ്ധിജീവികളുടെ മലീനസമായ ചിന്തകളാണ് ഐക്യത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് അമ്മ പറയുമ്പോൾ അമ്മയുടെ ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കും വേദനയുണ്ട്. അതുകൊണ്ട് പറയാ, എല്ലാവരിലുമുള്ള ഈ വേദന കുറ്റം പറച്ചിലിനും മുൻവിധിക്കും കഷ്ടം വെച്ചിരിക്കാനും സമയം കളയാനുമാകാതെ, ഈ വേദന നിന്റെ സ്വന്തം വേദനയാണെങ്കിൽ നീ എന്തു ചെയ്യും? നിന്റെ പെറ്റമ്മ നിന്നെ തള്ളിപ്പറഞ്ഞാൽ നീ എന്തു ചെയ്യും? നിന്റെ കുടുംബത്തിൽ ഐക്യമില്ലാതെ കൂടപ്പിറപ്പുകൾ ഭിന്നിച്ചു പോയാൽ നീ എന്തു ചെയ്യും? നീ ദൈവത്തെ വിളിക്കില്ലേ? പ്രാർത്ഥിക്കില്ലേ? ഐക്യത്തിന് വേണ്ടി ശ്രമിക്കില്ലേ? അത് തന്നെയാ പരിശുദ്ധ അമ്മ പറയുന്നേ, കുഞ്ഞേ നീ പ്രാർത്ഥിക്ക്. അത് ഇതും കേട്ട് പേടിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. കുഞ്ഞെ നീ പ്രാർത്ഥിക്ക്, സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. ബുദ്ധിയല്ല, കൃപ സഭയെ നയിക്കട്ടെ. ബുദ്ധിയല്ല, പരിശുദ്ധാത്മ അഭിഷേകമുള്ള ബുദ്ധിമാന്മാർ, ബുദ്ധിയിൽ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞ ആത്മീയ ശുശ്രൂഷകരും മാർപ്പാപ്പയും കർദിനാൾമാരും മെത്രാന്മാരും സഭയും സന്യസ്തരും അൽമായ സമൂഹവും സഭയിൽ നിറയട്ടെ, വളരട്ടെ. അങ്ങനെ സഭ ജ്വലിക്കട്ടെ. ഒരു ഐക്യം നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നീ കേട്ടാൽ, ഏതെങ്കിലും വിവാദങ്ങളെക്കുറിച്ച് കേട്ടാൽ, ഒരു വൈദികന് ഒരു സിസ്റ്ററിന് തെറ്റുപറ്റിയാൽ, മെത്രാനോട് വിധേയത്വമില്ലാത്തൊരു വൈദികനുണ്ടെന്ന് നീ അറിഞ്ഞാൽ, നീ അത് കേട്ടാൽ, അത് നിന്റെ ബുദ്ധിയിൽ വെക്കാതെ ഓടിയണയി ദിവ്യകാരുണ്യനാഥന്റെ അരികിലേക്ക് പ്രാർത്ഥനയുടെ ചരടുമായിട്ട്, ജപമാലയായിട്ട് അമ്മയുടെ കരങ്ങൾ പിടിച്ച് മാർ യൗസേപ്പ് പിതാവിന് ഭരമേൽപ്പിച്ചു കൊടുക്ക്. തിരുകുടുംബം ഏറ്റെടുത്താൽ പിന്നെ ഐക്യം നഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. ഹല്ലേലൂയ, ആവേ മരിയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ ദൈവമക്കൾ ഐക്യത്തെ നഷ്ടപ്പെടുത്തി വ്യതിചലിക്കുമ്പോൾ അമ്മയ്ക്കേറെ വേദനയാണ്. ഇവയെല്ലാം എൻ്റെയും ഉണ്ണിയുടെയും ഹൃദയത്തിൽ വേദനയുടെ നിഴലുകൾ വീഴ്ത്തുന്നതിന് വേഗത കൂട്ടുന്നു എന്ന് അമ്മ പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറയുന്നു, പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയത്തിന് വേദന കൂട്ടുന്ന നിഴലുകളുടെ വേഗത കൂടുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് മക്കളെ പ്രാർത്ഥിക്കണം. മക്കളെ, നിങ്ങളുടെ അമ്മയുടെ മടിത്തട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അമ്മയുടെ മടിത്തട്ടിലിരിക്കാൻ ഏത് കുഞ്ഞിനാ ഇഷ്ടമില്ലാത്തത്? എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കിഷ്ടമാണെന്ന് എനിക്കറിയാം. ആ അമ്മ പരിശുദ്ധ അമ്മയാകട്ടെ. ആ അമ്മയുടെ മടിത്തട്ടിലേക്ക് അമ്മ ക്ഷണിച്ചു. നിസ്സാരതയും വിശ്വസ്തതയും വിധേയത്വവും ശാന്തതയും എളിമയും അനുസരണയും നിശബ്ദതയും എന്നിൽ നിന്ന് പഠിക്കുക. അമ്മയിൽ നിന്ന്, അമ്മ മാതാവിൽ നിന്ന്, യേശുവിൻ്റെ അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിസ്സാരത, വിശ്വസ്തത, വിധേയത്വം, ശാന്തത, എളിമ, അനുസരണം, നിശബ്ദത. മക്കളെ,
നിങ്ങളെല്ലാം പുനർജനനിയായ ഈ സ്വർഗീയ അമ്മയുടെ തൊട്ടിലിനരികിലേക്ക് ഓടിയണയുക. അമ്മ ഇത് പറയുന്ന ഈ ദിവസം സെപ്റ്റംബർ 8 അമ്മയുടെ ജനന തിരുനാൾ ദിനമാണ്. അതുകൊണ്ട് കൂടി അമ്മ പറയുന്നത് അമ്മയുടെ തൊട്ടിലിനരികിലേക്ക് ഓടിയണയുക. പ്രാർത്ഥനയും ഭക്തി ആദരവോടെയുള്ള നിർമ്മലതയുള്ള ജീവിതവും സമർപ്പിക്കുക. ചെറിയവളും എന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട ഞാൻ അതീവ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ നിങ്ങളെ ആശീർവദിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ഭക്തിയും നിർമ്മലതയും അമ്മയ്ക്ക് ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടാനുള്ള അനുഗ്രഹം വാങ്ങിക്കൊടുത്തെങ്കിൽ ആ ഭക്തിയിലും ആദരവിലും നിർമ്മലതയിലും ജീവിക്കാനുള്ള ആഹ്വാനവും പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. 15ാമത്തെ സന്ദേശം 1997 സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനമാണ് നൽകിയത്. കുരിശിനെ കുറിച്ച് അമ്മ പറയുക, മക്കളെ, വിജ്ഞാനികൾക്ക് വിഡ്ഢിത്തവും ബുദ്ധിയിൽ അഹങ്കരിക്കുന്നവർക്ക് ഇടർച്ചയുമായ ക്രൂശിതനായ യേശുവിലാണ് മാനവ സമൂഹം രക്ഷിക്കപ്പെട്ടതും ഇപ്പോൾ രക്ഷ അനുഭവിക്കുന്നതും. വിജ്ഞാനികൾക്ക് കുരിശ് വിഡ്ഢിത്തമാണ്, ബുദ്ധിയിൽ അഹങ്കരിക്കുന്നവർക്ക് അത് ഇടർച്ചയാണ്. നമ്മൾ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട് ബൈബിളിൽ. എങ്കിലും അവിടുത്തെ തിരുത്തോളിൽ ചുമത്തപ്പെട്ട കുരിശിന് ഇന്നത്തെ മക്കൾ ചുമത്തുന്ന ഭാരം താങ്ങാനാവാത്തതാണ് എന്ന് കാണുമ്പോൾ ഞാൻ എത്രയോ വേദനിക്കുന്നു. നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരം കൂട്ടി ചുമലിൽ വെച്ചു കൊടുക്കുകയാണ്. മക്കളുടെ രക്ഷയ്ക്കായി വധോപകരണത്തിൽ ഉയർത്തി നാട്ടപ്പെട്ട ക്രൂശിതനായ ക്രിസ്തുവാണ് മക്കളെ നിങ്ങളുടെ ദൈവം. അക്രമത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ദുർവാസനകളിൽ മനുഷ്യകുലം വീർപ്പുമുട്ടുന്നു. കുരിശിൻ്റെ പുകഴ്ചയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ദൈവീക കാരുണ്യത്തിൻ്റെ മഞ്ഞുതുള്ളികൾ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെടുന്നതിനും മാനസാന്തരത്തിൻ്റെ കൃപ ലഭിക്കുന്നതിനുമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വീണ്ടും അമ്മ പറയുക, പ്രാർത്ഥിക്കുക. ഈ കൃപ, മാനസാന്തരത്തിൻ്റെ കൃപ ലോകത്തിന് ലഭിക്കാൻ, പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എത്രയോ പ്രാവശ്യം ഈ 15 സന്ദേശങ്ങളിലൂടെയും നമ്മൾ കേട്ടത് മക്കളെ പ്രാർത്ഥിക്കുക എന്ന്. അമ്മയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം, പ്രാർത്ഥിക്കുന്ന മക്കളായി തീരാം. ആരും ചിന്തിക്കരുത്, എൻ്റെ ജീവിത തിരക്കിനിടയിൽ, എൻ്റെ ജോലി തിരക്കിനിടയിൽ, എൻ്റെ ജീവിത ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുക? ഞാനിതിനു മുൻപ് സൂചിപ്പിച്ചില്ലേ, കുഞ്ഞെ, നീ പ്രാർത്ഥനയായി മാറ്. നിന്റെ പ്രഭാതത്തിൽ നീ കണ്ണു തുറക്കുമ്പോൾ ദൈവമേ ഈ പ്രഭാതം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം നിന്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ അമ്മേ, എൻ്റെ ഇന്നത്തെ എല്ലാ ചെയ്തികളിലും ചിന്തകളിലും തീരുമാനങ്ങളിലും അമ്മേ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സഹായം തേടി, മാറിയോസേ പിതാവിൻ്റെ സഹായം തേടി, കാവൽ മാലാഖയെ കൂട്ടുപിടിച്ച് ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ച് അങ്ങനെ സഭയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ജീവിക്കാമെന്നൊരു തീരുമാനമെടുത്തിട്ട് നീ ഓരോ ദിവസം തുടങ്ങുക. നീ ഒരു ഫാക്ടറിയിലാകട്ടെ, നീ ഒരു നേഴ്സാകട്ടെ, ഒരു ഡോക്ടറാകട്ടെ, ഒരു ടീച്ചറാകട്ടെ, നീ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയാകട്ടെ, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന മകളാകട്ടെ, രോഗിയായി കിടന്ന് സഹിക്കുന്ന മകളാകട്ടെ, സഹിക്കുന്ന മകനാകട്ടെ, നിന്റെ ജീവിതം ഇത്തരത്തിൽ ദൈവിക ചിന്തകളോടുകൂടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നീ ഓരോ നിമിഷവും ജീവിക്കുകയാണെങ്കിൽ കുഞ്ഞേ, നീ പ്രാർത്ഥനയാണ്, നിന്റെ ജീവിതം പ്രാർത്ഥനയാണ്. ഇടയ്ക്കിടയ്ക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലെ കൊച്ചു സഹനങ്ങൾ നീ സമർപ്പിക്കേ. മറ്റുള്ളവരിലൂടെ കിട്ടുന്ന തിക്ത അനുഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കേ. മറുപടി പറഞ്ഞ് തിക്തതകളെയും സഹനങ്ങളെയും അകറ്റാതെ മറുപടിയില്ലാത്ത സഹനം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം മറുപടിയായി തീരും. അതാണ് കുരിശുമരണം. ആ കുരിശിലെ ബലി സ്വായത്തമാക്കുവാൻ, ആ ബലിയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം സ്വായത്തമാക്കുവാൻ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരറിയുന്നവരും വിളിക്കപ്പെട്ടവരാണ്. അതിനായി നമുക്ക് ജീവിക്കാം. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.
സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് സ്വർഗവാസികളോട് ചേർന്ന്, ആരാധന അഗ്നിമയന്മാർ അരൂപികളോട് ചേർന്ന്, ക്രോബന്മാരോട് ശ്രാപ്പന്മാരോട് ചേർന്ന് ആയിരം ആയിരം ആരാധന, കോടി കോടി ആരാധന. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവ മക്കളോട് ചേർന്ന് ആരാധന ആരാധന ആരാധന. നീതിമാന്മാരോട് ചേർന്ന് ആരാധന, രക്തസാക്ഷിയോട് ചേർന്ന് ആരാധന, നവീകരണ അനുഭവത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളോട് ചേർന്ന് ആരാധന, രോഗശൈലിയിലായിരിക്കുന്നതോട് ചേർന്ന് എല്ലാ മക്കളോട് ചേർന്ന് ആരാധന, ഗർഭിണികളോട് ചേർന്ന് ആരാധന ആരാധന ആരാധന, എല്ലാ യുവതി യുവാക്കന്മാരോട് ചേർന്ന് ആരാധന ആരാധന ആരാധന. വിശ്വസിക്കുന്നു യേശുവേ 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 ജെറമിയായുടെ പുസ്തകം 31 അധ്യായം 8-9 വചനം. ഞാൻ അവരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും. അന്ധരും ദരിദ്രരും ദുഃഖിതരും പീഡിതരും ഗർഭിണികളുമായ വലിയൊരു സമൂഹമാണ് കടന്നു വരുന്നത്. കണ്ണീരോടുകൂടിയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നീരൊഴുക്കിലേക്ക് നയിക്കും. ഞാൻ അവരുടെ പാത സുഗമമാക്കും. ഇനി അവർ കാലിടറുകയില്ല. ജെറമിയ 31:8-9. യേശുവേ, ഇന്ന് ഇപ്പോൾ 5 ഭൂഖണ്ഡങ്ങളിലായി അനേകം ആൾക്കാർ കർത്താവേ ആരാധനയിൽ പങ്കെടുക്കുകയാണല്ലോ. ഞാൻ അവരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും. അന്ധരും ദരിദ്രരും ദുഃഖിതരും പീഡിതരും ഗർഭിണികളും രോഗികളുമായ വലിയൊരു സമൂഹം കണ്ണീരോടുകൂടിയാണ് വരുന്നത്. മോനെ മോളെ, നീ ഇപ്പോൾ എവിടെയായാലും ശരി, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ വിശ്വസിക്കൂ. പരിശുദ്ധ കുർബാന സത്യമാണെന്ന് വിശ്വസിക്കൂ. കർത്താവിന്റെ പീഡാനുഭവം സത്യമാണെന്ന് വിശ്വസിക്കൂ. നീ കർത്താവിന്റെ തിരുമുറിവിലാണെന്ന് വിശ്വസിക്കൂ. നിന്റെ തിരുനെറ്റിയിൽ കർത്താവ് തിരുരക്തം കൊണ്ട് അടയാളപ്പെടുത്തി നീ വിശ്വസിക്കൂ. അതുപോലെ തന്നെ സൗജന്യമായ രക്ഷ നിനക്ക് നൽകിയിരിക്കുന്നു, പാപമോചനം നിനക്ക് നൽകിയിരിക്കുന്നു. നീ എന്തു ചെയ്യണം? സ്നേഹത്തിൽ വേരുപാകി അടി ഉറയ്ക്കണം. കർത്താവിന് ഹൃദയം കൊടുക്കണം. ഇനി ഒരു കാരണവശാലും സാത്താന് നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത്. സമുദ്രത്തിന്റെ മണൽത്തിട്ട് ഉണ്ടാകുവാൻ നീ കാരണക്കാരനാകരുത്. കർത്താവിന്റെ ചങ്കിൽ നിന്നൊഴുകുന്ന ജീവരസം
നിന്നിലേക്ക് ഒഴുകട്ടെ, നിന്നിലേക്ക് നിറയട്ടെ. കർത്താവേ, നിയമാവർത്തനം 4:7 പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. മോനെ, നിന്റെ തലയിൽ, നിന്റെ ശിരസിൽ വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്ത് നിന്നെ കർത്താവ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഒരു നിമിഷം പോലും നീ സാത്താൻ അടിയറ വെക്കരുതേ. ലോകത്തിൻ്റെ പാപങ്ങളാൽ വശീകരിക്കപ്പെട്ട് പ്രൗഢി കണ്ട് വ്യർത്ഥമോഹങ്ങളിലേക്ക് പോയി ജഡിക പാപത്തിൽ മുഴുകി നീ സാത്താൻ്റെ കൈകൾക്ക് ശക്തി പകരരുത്. അതിന് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. മനസ്സുകൊണ്ട് ഏറ്റു പറയാം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആരാണ് നമ്മുടെ ദൈവം? ആമോസ് 4:13 പറയുന്നു, മലകൾക്ക് രൂപം കൊടുക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്ത വെളിപ്പെടുത്തി കൊടുക്കുകയും പ്രഭാതത്തെ കൂരിലാക്കുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവന്റെ പേര്. ഹല്ലേലൂയാ. ആ ദൈവത്തിന് മുമ്പിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ആ ദൈവത്തോട് മോശ ഒരിക്കൽ ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ തന്നെ. പുറപ്പാട് പുസ്തകം 3:14 ഞാൻ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലർക്കും വിശ്വാസമില്ല ഈശോ ദൈവമാണെന്ന്. ഈശോ ദൈവം തന്നെയാണ്. ഞാനത് സമർത്ഥിക്കാൻ പോവുകയാണ് വചനത്തിലൂടെ. മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചവൻ പറഞ്ഞു, എൻ്റെ പേര് ഞാൻ തന്നെ. ഇതാ വചനമായി അവതരിച്ച ഈശോ. അവൻ ഗലീലിയ തടാകത്തിലൂടെ അങ്ങനെ അപ്പസ്തോലന്മാര് രാത്രിയുടെ യാമങ്ങളിലെ വള്ളത്തിൽ നടക്കുമ്പോൾ ഇതാ കാണുന്നു, രാത്രിയുടെ യാമങ്ങളിൽ വെള്ളത്തിന് മീതെ നടന്നു വരുന്ന ഒരു വ്യക്തി. അവർ വിളിച്ചു പറഞ്ഞു, ഭൂതം. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ്. മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചവൻ അതേ പേരോടുകൂടി വെളിപ്പെടുത്തുകയാണ്, അത് ഞാനാണ്. യോഹന്നാന്റെ സുവിശേഷം 18:5 ഈശോയെ പിടിക്കുവാനായിട്ട് പടയാളികൾ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസ്രായനായ യേശുവിനെ. അത് ഞാനാണ്. മുൾപ്പടർപ്പിൽ കത്തിച്ചൊരിച്ചവൻ സംസാരിച്ച അതേ ശൈലിയിൽ ഈശോ ദൈവമാണ്. നീ ഇത് വിശ്വസിക്കുക തന്നെ ചെയ്യണം. ഈ മേഖലയിൽ പലർക്കും വിശ്വാസ പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ 13:19 പറയുന്നു, ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 8:24 വീണ്ടും ഈശോ പറഞ്ഞു, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ തന്നെ മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചവനാണ്. ഇന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ ഇന്ന് സന്നിഹിതനാണെന്ന് മോനെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിൽ വേരുപാകി വിശ്വാസത്തിൽ നീ ഇപ്പോൾ അടിയുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും യോഹന്നാൻ 8:28 പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ആ മരിച്ചവൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. മകനെ, ഇത്രയും നാളായിട്ട് നിനക്ക് ബോധ്യമല്ല എങ്കിൽ ഇന്ന് ഈ നിമിഷം അഹങ്കാരം കൊണ്ട് അസ്ഥികൂടം പോലെ വെറുപ്പിന്റെ മേഖലയിൽ അസ്ഥികൂടം പോലെ ബലം പിടിച്ച ഹൃദയത്തെ തമ്പുരാന്റെ മുമ്പിൽ നീ തച്ചുടയ്ക്കോ. കർത്താവിനോട് പറയൂ, കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി. നിന്റെ രക്ഷാകര പദ്ധതിയിൽ ഞാൻ അവിശ്വസിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. നീ എത്ര പാപിയായാലും ശരി, എത്ര വലിയ പാപിയായാലും ശരി, ദൈവ സ്നേഹത്തിൽ ആശ്രയിക്കുകയും അനുതാപം നിന്നിൽ ഉണ്ട് എങ്കിൽ നീ തീർച്ചയായിട്ടും ഈ നിമിഷം രക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവ പൈതലേ, നീ വിശ്വസിക്കൂ. വീണ്ടും ഉദ്ധിതനായ ഈശോ ഇതേ വചനം പറഞ്ഞു തന്നെ അവിടുത്തെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 24:39 പറയുന്നു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നത് എന്ത്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെ, ഇത് ഞാനാണ് എന്ന് നീ മനസ്സിലാക്കുവേൻ. ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. യേശുവേ, ഇത്രയും വലിയ അടയാളങ്ങള് ഞങ്ങൾക്ക് നൽകിയിട്ട് ഇന്നും ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കാതെ പോവുകയും സാത്താന്റെ കരങ്ങൾക്ക് ബലം കൊടുത്തുവെങ്കിൽ കർത്താവേ,
ഒന്ന് ചങ്ക പൊട്ടി വിളിക്കൂ, എന്നോട് ക്ഷമിക്കണമേ. നീ എവിടെയായാലും നീ ഈ നിമിഷം മുട്ടൊന്ന് കുത്തി നിൽക്കൂ. നിങ്ങൾ കൈകൾ ഉയർത്തു. നീ എളിമപ്പെട്ട് ഈ മുട്ടുകുത്തി കൈകൾ ഉയർത്തി. അതെ, അവിടുന്ന് അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ഞാനാണ്. അവിടുന്ന് പാനപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ഞാനാണ്. വചനം മാംസമായി, മാംസം ബലിയായി, ബലി ആഹാരമായി തീർന്ന അത്ഭുതത്തിന് മുമ്പിലാണ് മോനെ നിൽക്കുന്നത്. ഈശോ ഇന്ന് ജീവിക്കുന്നവനാണ്. നീ കോവിഡ് കണ്ട് ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരുടെ മരണം കണ്ട് ഭയപ്പെടേണ്ട. നിന്റെ ബന്ധുമിത്രാദികളുടെ മരണം കണ്ട് ഭയപ്പെടേണ്ട. രോഗം വരുമെന്നോർത്ത് നീ ഭയപ്പെടേണ്ട. മകനെ, 118-ാമത്തെ സങ്കീർത്തനം പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. 118:17 പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവിനോട് നീ കൈകൾ ഉയർത്തി പറയൂ, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. പറയൂ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. പറയൂ, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. അതെ, നീ പാപത്തിന്റെ മേഖലയിൽ മരിക്കുകയില്ല. അതാണ് നീ പറയേണ്ടത്. സാത്താന്റെ കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് മീഡിയയിലൂടെ നൽകുന്ന വ്യർത്ഥ ജിജ്ഞാസയിൽ മുഴുകി വഷളത്വത്തിന്റെ കൂടാരമായി നിന്റെ കമ്പ്യൂട്ടർ മുറിയിലേക്ക് വരുന്ന എല്ലാ അശ്ലീല സീനുകളും ഇതോടുകൂടി ഞാൻ ഉപേക്ഷിക്കുമെന്ന് തീരുമാനമെടുത്താൽ നീ വിളിച്ചു പറയുകയാണ്, ഞാൻ ജീവിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും, കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും. ഒരു കോടിയിൽ കൂടി 3 പ്രാവശ്യം നീ എവിടെയായാലും ഏത് ഭവനത്തിലായാലും ആ ഭവനം വിശദീകരിക്കാൻ പോവുകയാണ്. കൈകൾ ഉയർത്തി വിളിച്ചു പറയൂ, ഹല്ലേലൂയ പറയട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. വിശ്വസിച്ചാലും ഇന്നോ നീ എവിടെയായാലും അനുഗ്രഹം കടന്നു വരും. രക്ഷകാ, കർത്താവേ യേശയ്യാ 49:5 കർത്താവ് നിന്നെ ആദരിക്കുകയും നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. കർത്താവ് നിന്നെ ആദരിക്കുകയും നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധ കുർബാനയിൽ നാം ശക്തി ഒഴുകുകയാണ്. നീ പാടൂ, ആ ഗാനം ആനവർത്തിക്ക് പാടൂ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നീ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ രാജാവും ഉടമസ്ഥനും കർത്താവും ദൈവവും സർവസ്വമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോ. സ്നേഹത്തിൽ ഞാൻ വേരുപാകി അടികുറയ്ക്കും. ഈശോയോട് പറയൂ, ഞാൻ വിശ്വസിക്കുന്നു, ഇനി ഞാൻ സ്നേഹത്തിൽ വേരുപാകി അടികുറയ്ക്കും. ഞാൻ തിരുവചനം വായിക്കും, ഞാൻ സാബത്ത് ആചരിക്കും, ജപമാല പ്രാർത്ഥിക്കും, പാപസങ്കീർത്തനം നടത്തും. ദൈവമില്ല എന്നുള്ള മിഥ്യാവാക്കിനെ ഞാൻ മുഴക്കുകയില്ല. എന്റെ ജീവിതത്തെ ഞാൻ ഇതാ അടിയറ വെക്കുന്നു. 40 ലക്ഷം പേരാണ് മക്കളെ മരിച്ചത്. നിന്നെയും കർത്താവ് ആ വലിയ വിപത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിൽ കർത്താവിന് നന്ദി പറയൂ, കർത്താവിന് നന്ദി പറയൂ. അവൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ അസുഖം സുഖപ്പെടുത്തും. ഈ ഉറക്ക വിശ്വസിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, ക്ഷമയുടെ ജലം വറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു മൃഗമായി തീരും. ഞാൻ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട പോലെയാകും. സാത്താനെ കൊണ്ടു നടക്കുന്ന വ്യക്തിയായി തീരും. ഇത്രയും നാളും മോനെ നീ ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്.
നീ സാത്താനെ നിന്റെ ഹൃദയത്തിൽ പൂജിച്ച് നീ പള്ളിയിൽ പോവുകയാണ് ചെയ്തത്. വെറുപ്പുമായി ഈശോയുടെ മാപ്പപേക്ഷിക്കാം. ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്കിപ്പോൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങെ ആരാധിക്കുന്നു, ഞാനങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാനങ്ങെ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ വയ്ക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. വെറുപ്പ് വെച്ചുകൊണ്ട് നടന്നതിന് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. മക്കളെ, സ്വർഗം സന്തോഷിച്ചിട്ടുണ്ട്, സ്വർഗം സന്തോഷിച്ചിട്ടുണ്ട്. നിന്റെ അതരത്തിൽ നീ സ്നേഹത്തിന്റെ സ്പന്ദനം കേൾക്കുവാൻ കർത്താവ് എത്രയോ നാളുകൾ ആഗ്രഹിച്ചു. നീ വിശ്വസിച്ചത് പറഞ്ഞപ്പോൾ നിന്നോട് കർത്താവ് കരുണ കാണിക്കുകയാണ് ചെയ്തത്. കർത്താവ് നിന്നോട് സ്നേഹം കാണിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല ദുഃഖങ്ങളും അവഹേളനങ്ങളും ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളും നിങ്ങളെ എന്നെയും തളർത്തുവാൻ അനുവദിക്കരുത്. അമ്മയുടെ ആഹ്വാനമാണ്. കഴിഞ്ഞകാല ദുഃഖങ്ങൾ സാത്താൻ കൊണ്ടുവരും. ഏറ്റ അവഹേളനങ്ങൾ പ്രതികാരം ചെയ്യുവാനായിട്ട് സാത്താൻ കൊണ്ടുവരും. കുറ്റപ്പെടുത്തലുകൾ സാത്താൻ ഓർപ്പിച്ചു തരും. പീഡനങ്ങൾ, തെറ്റിദ്ധാരണകൾ, നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ, ഇതൊന്നും നിങ്ങളെ ഇനി തളർത്തുവാൻ അനുവദിക്കരുത്. മോനെ, മോളെ, യുവാവേ, യുവതി, നിന്റെ നെറ്റിത്തടത്തിൽ തമ്പുരാൻ തൻ്റെ ചോര കൊണ്ട് നിന്നെ മുദ്ര ചെയ്ത് കഴിഞ്ഞു. നീ എന്നെയും യേശുവിനോട് ചേർന്ന് നിൽക്കൂ. നീ യേശുവിനോട് ചേർന്ന് നിന്ന് അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ നീ കർത്താവിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി തീരൂ. കർത്താവിൻ്റെ മുറിവ് നീ കാരണം ഇനിയും വേദനിപ്പിക്കരുത്. കർത്താവിനെ വേദനിപ്പിക്കരുത്. ആ മുറിവിൽ നീ ആശ്വാസത്തിന് തൈലം പുരട്ടണം. അതിന് പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. ഞാൻ ആദ്യമേ പറയും, മീഡിയയിലൂടെയുള്ള ഉപവാസം. നീ പഠിക്കാനെന്ന വ്യാജേന കമ്പ്യൂട്ടർ മുറിയിൽ കയറുമ്പോൾ 100% പഠനത്തോട് വിശ്വസ്തത പുലർത്തുക. അതാണ് സഹനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തുന്ന എല്ലാത്തിൽ നിന്ന് നീ ഒന്ന് മാറൂ. ഒരു ആത്മീയ സഹനം നീ ഏറ്റെടുക്കൂ. സ്വർഗം ഇത് ആഗ്രഹിക്കുകയാണ്. എങ്കിൽ നിനക്കുണ്ടാകുന്ന ഭൗമിക സഹനത്തെ രക്ഷാകര സഹനമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഈ സായം സന്ധിയിൽ കർത്താവ് മോനോട് ചെവിയിൽ ഇത് ഓതുകയാണ്. സ്വീകരിക്കാം. കർത്താവേ, ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 മക്കബയ 3-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ യൂദയ രാജാവ്, ഇസ്രായേൽ രാജാവ്, അങ്ങനെ രാജാക്കന്മാർ രാജാവുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. അവിടെ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. അപ്പോൾ ഇതാ ഏലീഷ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. ഏലീഷ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കുവാൻ ഈ മരുഭൂമിയിൽ വെള്ളമില്ല. ഏലീഷ പറയുന്ന വചനം 2 മക്കബയ 3-ാം അധ്യായം 16-20 പറയുകയാണ്. ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് നിറയും. ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് നിറയും. ഇവിടെ കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. ഈ വരണ്ട അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും മൃഗങ്ങളും കന്നുകാലിയും കുടിക്കും. കർത്താവിനിത് നിസാരമാണ്. കർത്താവിനിത് നിസാരമാണ്. മരുഭൂമിയിൽ നീർച്ചാൽ ഒഴുക്കുക. കർത്താവിനിത് നിസാരമാണ്. വീണ്ടും 20-ാമത്തെ വചനം, നല്ല നിലങ്ങൾ കല്ലുകൾ കൊണ്ട് മൂടപ്പെടും. നല്ല നിലങ്ങൾ കല്ലുകൾ കൊണ്ട് മൂടപ്പെടും. എന്താണ് നല്ല നിലം? എൻ്റെയും നിങ്ങളുടെയും ഹൃദയം. ഇത് സാത്താൻ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അധികാരികളോട് വിധേയപ്പെടാൻ പറ്റാത്ത അവസ്ഥ, ഒരു ഭാഗം ജയിക്കുവാനായിട്ട് ഏത് വക്രതയും ഏത് കള്ള ഡോക്യുമെന്റും ഉണ്ടാക്കിക്കൊണ്ട് സഭയ്ക്കുള്ളിൽ പോലും
സാത്താൻ കയറി പ്രവർത്തിക്കുമ്പോൾ കർത്താവ് കരയുകയാണ്, വചനം പറയുകയാണ്, നല്ല നിലങ്ങൾ കല്ലുകൾ കൊണ്ട് മൂടപ്പെടും. എന്നാൽ പിറ്റേ ദിവസം പ്രഭാത ബലിക്കുള്ള സമയമായപ്പോൾ ഏദോം ദിക്കെന്ന് പറയുന്നാൽ യാതൊരു സാധ്യതയില്ലാത്ത ദിക്കിൽ നിന്ന് ജലം ഒഴുകി അവിടെ നിറയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. നല്ല നിലങ്ങൾ സാത്താൻ ഇതാ കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ഉറവക്കണ്ണികൾ കരുണയുടെ, സ്നേഹത്തിന്റെ, ക്ഷമയുടെ, ദയയുടെ, അലിവിന്റെ ആ ഉറവക്കണ്ണികളെല്ലാം സാത്താൻ നൽകിയ വ്യർത്ഥ ജിജ്ഞാസയിൽ നീ മുഴുകി നീ ഇതാ ആ ഉറവക്കണ്ണികൾ അടച്ചു വെച്ചിരിക്കുകയാണ്. തമ്പുരാൻ ഇത് തുറക്കാൻ പോവുകയാണ്. ഇതാ ഞാനിവിടെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അനേകം ഹൃദയങ്ങളെ സാത്താൻ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശക്തിയേറിയ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് അനേകം ഹൃദയങ്ങളിൽ സാത്താൻ ഇന്ന് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം ഇതുകൊണ്ട് മൂടപ്പെട്ടുവെങ്കിൽ, നല്ല നിലങ്ങൾ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടുവെങ്കിൽ ആ കല്ലുകൾ തെറിക്കട്ടെ, കല്ലുകൾ തെറിക്കട്ടെ. പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, കർദിനാൾമാരോട് ചേർന്ന്, ആലഞ്ചേരി പിതാവിനോട് ചേർന്ന്, ആൻഡ്രൂസ് പിതാവിനോട് ചേർന്ന്, എന്റെ രൂപതാധ്യക്ഷൻ പുളിക്കൽ പിതാവിനോട് ചേർന്ന്, എല്ലാ രൂപതാധ്യക്ഷന്മാരോട് ചേർന്ന്, എല്ലാ വൈദിക സുഹൃത്തുക്കളോട് ചേർന്ന്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, മുഖ്യദൂതന്മാരുടെ മധ്യസ്ഥതയിൽ, സ്വർഗരാജ്ഞിയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ, രക്തസാക്ഷികളോട് ചേർന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യെരമ്യ 44 ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വെറുപ്പിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. യെരമ്യ 38 നിന്റെ കയ്യിൽ നിന്നും വിലങ്ങൾ ഞാൻ അഴിച്ചു മാറ്റിയിരിക്കുന്നു. യെരമ്യ 44, യെരമ്യ 38 നിന്റെ കഴുത്തിലെ നുകം തകർക്കുകയും കെട്ടുകൾ പൊട്ടിക്കുകയും ചെയ്തിരിക്കുന്നു. സംഭവിക്കട്ടെ. യെശയ്യാ 10:27 അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് മാറ്റുകയും നിന്റെ കഴുത്തിലെ നുകം തകർക്കുകയും ചെയ്യും. യെശയ്യാ 10:17 അവന്റെ കരുത്തിനടിയിൽ അഗ്നി പോലൊരു ദാഹിക ശക്തി ജ്വലിക്കും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധ ജ്വാലയായും മാറും, ജ്വലിക്കും. ഒറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും ദഹിക്കപ്പെടും. കർത്താവേ, ഉറവക്കണ്ണികൾ പ്രവഹിക്കട്ടെ, സ്നേഹത്തിന്റെ പ്രവാഹമുണ്ടാകട്ടെ, കരുണയുടെ പ്രവാഹമുണ്ടാകട്ടെ, ശാന്തതയുടെ പ്രവാഹമുണ്ടാകട്ടെ, അലിവിന്റെ പ്രവാഹമുണ്ടാകട്ടെ, മാനസാന്തത്തിന്റെ പ്രവാഹമുണ്ടാകട്ടെ. സാത്താൻ പരാജയപ്പെടട്ടെ. അനേകം ഹൃദയങ്ങളെ ബാധിച്ചിരിക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. വചനമയച്ച് കർത്താവേ, സങ്കീർത്തനം 107:20 വചനമയച്ച് സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിൻ തിരുനാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. ഹൃദയങ്ങളെ നേടിയെടുക്കണമേ യേശുവേ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിൻ തിരുനാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിൻ തിരുനാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധന സമാപന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങൾ തമ്പുരാനോട് കൂടിയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള 30 ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ പ്ലാറ്റ്ഫോമിൽ എത്തണമേ. ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമക്കൾ. അസ്ഥിയുടെ താഴ്വരയിൽ വലിയ സൈന്യത്തെ പോലെ ഉയർത്തെഴുന്നേറ്റതുപോലെ അനേകർ ശക്തി പ്രാപിക്കുകയാണ്. അതൊരു സഹനമായി ഏറ്റെടുത്താൽ അത് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് കുറിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും പങ്കെടുക്കണമേ. നിങ്ങളുടെ സ്നേഹിതരോട് പറയണമേ, ഈ ഒന്നിച്ചൊരു കൂട്ടായ്മ പ്രാർത്ഥനയിലേക്ക്. ഇത് യാദൃച്ഛികമായിട്ടുള്ള സ്വർഗത്തിൻ്റെ നിലവിളിയുടെ പ്രത്യുത്തരമാണ്. ഈ ക്ഷാമകാലത്ത് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. അതുകൊണ്ട് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി നമുക്കിപ്പോൾ ഷെഖൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സന്തോഷ് ബ്രദറിന് വേണ്ടി. അതുപോലെ ഇവിടെയുള്ള ടീമങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ക്ഷാമകാലത്ത് ജോസഫ് സംഭരണികൾ ശേഖരിച്ച് ധാന്യം വിതരണം ചെയ്തതുപോലെ ആത്മീയ ധാന്യങ്ങൾ ശക്തമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് ഒരു ഉപകരണമാക്കി മാറ്റണമേ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഷെഖീനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു സന്തോഷ് ബ്രദറിന്, ഷെഖീന ടെലിവിഷൻ ടീമംഗങ്ങൾക്ക്. കഞ്ചിക്കോട് ശുശ്രൂഷയുടെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ 25 വർഷമായി അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാനായിട്ട്
സന്തോഷ് ബ്രദർ തന്നെ അവിടെ എത്തി ഈ സന്ദേശങ്ങൾ ഇതുപോലെ പ്രചരിപ്പിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ കണ്ണീരോടുകൂടി ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. സന്തോഷ് ബ്രദറിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയായാലും സാധിക്കുമെങ്കിലും ത്യാഗത്തോടു കൂടി മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കൂ. നിൻ്റെ കുടുംബത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വരികയാണ്. കർത്താവ് കടന്നു വന്ന് നിന്നെ ബ്ലെസ് ചെയ്യുകയാണ്. നിൻ്റെ ഭവനത്തിൻ്റെ മേലുള്ള തിന്മയുടെ കെട്ട് അഴിഞ്ഞു പോകുകയാണ്. യേശുവിൻ്റെ മുന്തിരിത്തോപ്പിലെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തികളായി മാറുകയാണ്. വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ ഈശോ ഈശോ ഈശോ. ആരാധന ആരാധന ആരാധന. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.